ഹലോ ഓൾ. നിങ്ങൾ അധിക ആളുകളും സൈറയുടെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ OMR ഷീറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ക്വസ്റ്റ്യൻ പേപ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ആൻസർ കീയും എക്സ്പ്ലനേഷനും ആണ് ഈ ഒരു വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ OMR ഷീറ്റ് കയ്യിലെടുത്ത് എന്നിട്ട് കറക്റ്റ് ആൻസർ പറയുമ്പോൾ നിങ്ങളുടേത് കറക്റ്റ് ആയിട്ടുണ്ടോ, ഇനി തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്, ഏതാണ് എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് എന്നുള്ളത് മനസ്സിലാക്കി ഒരു നോട്ടിലോ എവിടെയെങ്കിലും ഒരു പോയിന്റ്സ് ആക്കി നമ്മൾ പറയുന്ന ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പോയിന്റ് ആക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ ആദ്യം കാണിക്കും, എന്നിട്ട് അതിന്റെ കറക്റ്റ് ഓപ്ഷൻ ഏതാന്നുള്ളത് പറയും, അതിനുശേഷം എക്സ്പ്ലനേഷൻ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ മോക്ക് ടെസ്റ്റിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു മാച്ച് രണ്ട് ലിസ്റ്റ് തന്നിട്ടുണ്ട്, ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. അതിൽ മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ലിസ്റ്റ് 1 ഹൈപ്പർനേഷ്യ, ആർക്കിടൈപ്സ്, ഫിക്ഷണൽ ഫൈനലിസം, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. ആൻഡ് ലിസ്റ്റ് 2 എന്ന് പറയുമ്പോൾ അഡ്ലർ, എറിക്സൺ, എക്സസ് മെമ്മറി, പവർഫുൾ ഇമോഷണൽ സിമ്പിൾസ് എന്നുള്ളതാണ്. സോ ഇത് മാച്ച് ചെയ്യുക, നിങ്ങൾ ചെയ്തിട്ടുള്ള ഓപ്ഷൻ ഏതാണെന്ന് നോക്കുക. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ആൻസർ ബി ആണ്. അതെങ്ങനെയാണ് വന്നിട്ടുള്ളത് എന്നാണ് പറയാൻ പോകുന്നത്. സോ ഹൈപ്പർനേഷ്യ എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു എക്സസ് മെമ്മറിനെയാണ് നമ്മൾ ഹൈപ്പർനേഷ്യ എന്ന് പറയുന്നത്. അതായത് നമുക്ക് അൺയൂഷ്വലി വിവിഡ് ആയിട്ടുള്ള, പ്രിസൈസ് ആയിട്ടുള്ള, അൺയൂഷ്വലി എന്ന് പറയുമ്പോൾ നോർമൽ ഉള്ളതിനേക്കാളും കൂടുതൽ എക്സസ് ആയിട്ടുള്ള വിവിഡ് പ്രിസൈസ് മെമ്മറി ഉണ്ടാകുന്ന കണ്ടീഷനെയാണ് ഹൈപ്പർനേഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ആർക്കിടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ കാൾ യുങ് ആണ് ആർക്കിടൈപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ആർക്കിടൈപ്പ് നമ്മൾ യുങ്ങിനെ പറ്റി പറയുന്ന സമയത്ത് ആർക്കിടൈപ്പ് എന്ന് പറയുമ്പോൾ ആർക്കിടൈപ്സ് were models of people, behaviors or personalities. അത് നമ്മുടെ ഹ്യൂമൻ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ വളരെയധികം ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് ആർക്കിടൈപ്പിന്. ഇതൊരു തരം ഇൻബോൺ ടെൻഡൻസി ആണ്, നമുക്ക് ഉണ്ടാവുന്ന ഇൻബോൺ ടെൻഡൻസി ആണ്. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളിലും നമുക്ക് ഉണ്ടാവുന്ന പവർഫുൾ ഇമോഷണൽ ആയിട്ടുള്ള സിമ്പിൾസിനെ നമ്മൾ ആർക്കിടൈപ്സ് എന്ന്, നമ്മൾ പല കാര്യങ്ങൾക്കും കൊടുക്കുന്ന സിമ്പിൾസിന്, പവർഫുൾ ആയിട്ടുള്ള ഇമോഷണൽ സിമ്പിൾസിന് നമ്മൾ ആർക്കിടൈപ്സ് എന്നാണ് പറയാറുള്ളത്. പിന്നെ യുങ് പറഞ്ഞിട്ടുണ്ടായിരുന്ന വേറൊരു കാര്യം, ഹ്യൂമൻ സൈക്കേനെ 3 കോമ്പണൻസ് ആയിട്ട് മൂന്ന് കോമ്പണൻസ് ആണുള്ളത്: ഈഗോ, പേഴ്സണൽ അൺകോൺഷ്യസ് ആൻഡ് കളക്റ്റീവ് അൺകോൺഷ്യസ് എന്ന്. പിന്നെ അതിന്റെ കൂടെ അടുത്തൊരു ലിസ്റ്റ് 1 ഉണ്ടായിരുന്നത് ഫിക്ഷണൽ ഫൈനലിസം ആണ്. അത് സൈക്കോ അനലിസ്റ്റ് ആയിരുന്ന ആൽഫ്രഡ് അഡ്ലർ ആണ് ഫിക്ഷണൽ ഫൈനലിസം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ബിലീഫ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആർ മോർ സ്ട്രോങ്ലി മോട്ടിവേറ്റഡ് ബൈ ദ ഗോൾസ് ആൻഡ് ഐഡിയൽസ് റിയലൈസബിൾ ഓർ അൺഅറ്റൈനബിൾ ദാറ്റ് ദേ ക്രിയേറ്റ് ഫോർ ദംസെൽസ് ആൻഡ് more influenced by future possibilities than by past events such as childhood experiences. ഒരു ഫിക്ഷണൽ ഫൈനലിസം എന്നുള്ള കാര്യം നമ്മുടെ ആൽഫ്രഡ് അഡ്ലർ ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു മോർ ലൈക്ക് ഒരു നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട്, നമ്മുടെ ഫ്യൂച്ചർ പോസിബിലിറ്റീസ് ഒക്കെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അത് നമ്മുടെ പാസ്റ്റ് ഇവന്റ്സ്, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസിനെക്കാളൊക്കെ ഇതെങ്ങനെയാണ് നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, നമ്മുടെ ഗോൾസ് നമ്മളെ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെയാണ് ഫിക്ഷണൽ ഫൈനലിസത്തിൽ ഒരു വളരെ ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പൊ ചോദിച്ചിട്ടുള്ളത് ലിസ്റ്റ് 1 ഫിക്ഷണൽ ഫൈനലിസം ആൻഡ് ലിസ്റ്റ് 2 നമുക്ക് അഡ്ലറിനെ കാണാം. സോ അത് രണ്ടും നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റും. പിന്നെ എറിക്സൺ നമുക്കറിയാം, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിൽ അദ്ദേഹം ഇൻഫൻസി ടു അഡൾട്ട്ഹുഡിൽ ഒരു സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ഒരു 8 സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്റ്റേജസ് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് അതെല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. സോ ഈ ഒരു ലിസ്റ്റ് നോക്കുന്ന സമയത്ത് ഹൈപ്പർനേഷ്യ, അതായത് എ എന്ന് പറയുന്നത് നമുക്ക് ലിസ്റ്റ് 2 3 എക്സസ് മെമ്മറി ആയിട്ട് കണക്ട് ചെയ്യാം. ആർക്കിടൈപ്സിനെ നമുക്ക് പവർഫുൾ ഇമോഷണൽ സിമ്പിൾസ് ആയിട്ട് കണക്ട് ചെയ്യാം. ഫിക്ഷണൽ ഫൈനലിസത്തിനെ നമുക്ക് അഡ്ലറുമായിട്ട് കണക്ട് ചെയ്യാം. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റിന്റെ 8 സ്റ്റേജസിൽ ഒന്നായിട്ട് നമ്മൾ പറയുന്നതാണ്. സോ അതിനെ നമുക്ക് എറിക്സണുമായിട്ട് കണക്ട് ചെയ്യാം. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. സോ അത് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റിച്ചാലിൻ എന്ന് പറയുന്നത് ഇസ്
Ritalin is a central nervous system stimulant used to treat option A, childhood disorder, dyslexia, ADHD, PKU, phenylketonuria. സോ റിറ്റാലിൻ എന്ന് പറയുന്നത് ഒരു സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലന്റ് ആണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ആൻസർ സി ആണ്. റിറ്റാലിൻ എന്ന് പറയുന്ന സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലന്റ്, അത് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ ADHD ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത് നിങ്ങളെ മനസ്സിലുണ്ടാവുക, പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്തു. Question 3, shift back to one's earlier delinquent or criminal behavior after a period of treatment and rehabilitation is known as option A, recurrence, option B, recidivism, option C, regression, option D, relapse. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ആൻസർ ബി ആണ്, റെസിഡിവിസം ആണ്. റെസിഡിവിസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊരു കൈൻഡ് ഓഫ് റിലാപ്സ് ആണ്. റിലാപ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കണ്ടീഷൻ അത് പിന്നെയും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ റിലാപ്സ് പറയുന്നത്. സോ റെസിഡിവിസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ ടെൻഡൻസി ടു റിലാപ്സ് ഇൻ ടു എ പ്രീവിയസ് കണ്ടീഷൻ ഓർ മോഡ് ഓഫ് ബിഹേവിയർ, എസ്പെഷ്യലി റിലാപ്സ് ഇൻ ടു ക്രിമിനൽ ബിഹേവിയർ. ക്രിമിനൽ ബിഹേവിയറിലേക്ക് തന്നെ ഒരു റിലാപ്സ് ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ റെസിഡിവിസം എന്ന് പറയുന്നത്. Okay, അതായത് recidivism is the act of a person repeating an undesirable behavior after they have either experienced negative consequences of that behavior or have been trained to extinguish that behavior. ഒരാൾക്ക് ഇങ്ങനെ കുറച്ച് അൺഡിസൈറബിൾ ആയിട്ടുള്ള കുറച്ച് ബിഹേവിയേഴ്സ് അല്ലെങ്കിൽ കുറച്ച് ക്രിമിനൽ ബിഹേവിയേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ നിന്ന് ഒരു ബ്രേക്ക് വന്ന് അതിലെ എക്സ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന എന്തെങ്കിലും ട്രീറ്റ്മെന്റോ കാര്യങ്ങളോ ട്രെയിനിങ്ങോ കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് കോൺസിക്വൻസ് എക്സ്പീരിയൻസ് ചെയ്തതിനു ശേഷം അതിന് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്, ഒരു പോസ് വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് വീണ്ടും ആ ഒരു അൺഡിസൈറബിൾ ബിഹേവിയർ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് റെസിഡിവിസം എന്ന് പറയുന്നത്. ഇപ്പൊ റിലാപ്സ് ഇൻ ടു ക്രിമിനൽ ബിഹേവിയർ എന്ന് പറയുന്നത് റെസിഡിവിസം ആണ്. Fourth question, the ability to control one's emotion is known as option C. ആൻസർ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്, ഇമോഷൻ റെഗുലേഷൻ ആണ്. ഇമോഷൻ റെഗുലേഷൻ ഇസ് ദ എബിലിറ്റി ടു എക്സേർട്ട് കൺട്രോൾ ഓവർ വൺസ് ഓൺ ഇമോഷണൽ സ്റ്റേറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വാട്ട് ഇസ് ഇമോഷൻ റെഗുലേഷൻ എന്ന്. അതന്നെയാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. Fifth question, in an experiment on conditioning, a dog was seen to salivate on hearing the sound of a bell and move towards the bell after a few acquisition trials. Which of the following information is the most relevant for determining whether the experiment involved classical conditioning or instrumental conditioning? ഒരു എക്സ്പെരിമെന്റ്, കണ്ടീഷനിങ്ങിൽ ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണ്. അതില് താഴെ തന്നിട്ടുള്ളതിൽ ഏത് വെച്ചിട്ടാണ് നമ്മൾ പറയാറുള്ളത് ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണോ ഇൻസ്ട്രുമെന്റൽ കണ്ടീഷനിങ് ആണോ ഈ ഒരു എക്സ്പെരിമെന്റ് എന്നുള്ളത്. സോ ഇത് നമുക്ക് ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ പാവ്ലോവിയൻ കണ്ടീഷനിങ് ആണ്. അതായത് അതിൽ പറയുന്നത് ലേണിംഗ് ത്രൂ അസോസിയേഷൻ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള അസോസിയേഷൻ ത്രൂ ലേണിംഗ് നടക്കുന്നതിനെയാണ് പാവ്ലോവ് ഈ ഒരു ക്ലാസിക്കൽ കണ്ടീഷനിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൽ ടു സ്റ്റിമുലി ആർ ലിങ്ക് ടുഗദർ ടു പ്രൊഡ്യൂസ് എ ന്യൂ ലേൺഡ് റെസ്പോൺസ് ഇൻ എ പേഴ്സൺ ഓർ അനിമലിലോ പേഴ്സണിലോ രണ്ട് സ്റ്റിമുലകൾ പരസ്പരം അസോസിയേറ്റ് ചെയ്തിട്ട് ഒരു പുതിയ ലേൺഡ് റെസ്പോൺസ്, ന്യൂ ലേൺഡ് റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആണ് നമ്മൾ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ ചെയ്യുന്നത്. അപ്പൊ ഏതാണ് ഫസ്റ്റ് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഡോഗ് അപ്രോച്ച് ടു ദ ബെൽ ഓർ ദ സലൈവേഷൻ, ഡോഗ് ബെല്ലിനോട് അപ്രോച്ച് ചെയ്തത് അല്ലെങ്കിൽ സലൈവേഷൻ ഉണ്ടായതോ, ഇതിൽ ഏതാണ് ഫസ്റ്റ് നടന്നിട്ടുള്ളത് എന്നുള്ളതിന്റെ ബേസിലാണ് നമ്മൾ ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണോ എന്നുള്ളത് നമ്മൾ നോക്കാറുള്ളത്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. വിച്ച് occurred first, the dog's approach to the bell or the salivation? അതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട്. ഇനി സിക്സ്ത് ക്വസ്റ്റ്യൻ, ദ ഫോളോയിങ് ആർ ഫൗണ്ട് ടു ബി സിഗ്നിഫിക്കന്റ് ഫാക്ടേഴ്സ് ഇൻ എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റ്. ഇതിൽ 4 തന്നിട്ടുണ്ട്. ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, റിഹേഴ്സൽ ആൻഡ് പ്രാക്ടീസ്, എൻവയോൺമെന്റൽ സ്റ്റിമുലേഷൻ. ഇതിൽ കോഡുകളായിട്ട് ഏതാണ് എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റിൽ ഏറ്റവും സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ അത് ഒരു എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ടീച്ചർ സ്റ്റുഡന്റ് റേഷ്യോ
എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റിൽ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് റിഹേഴ്സൽ ആൻഡ് പ്രാക്ടീസ് എപ്പോഴും എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഒരു എഡ്യൂക്കേഷണൽ സെറ്റിംഗിന്റെ എൻവയറമെന്റിൽ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റിമുലേഷൻ, അതും എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റിന് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, മലയാളത്തിൽ പറയണോ ഇംഗ്ലീഷിൽ പറയണോ, അല്ലെങ്കിൽ അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കൂടുതൽ, അങ്ങനെ ഒരു സംഭവം എഡ്യൂക്കേഷണൽ അച്ചീവ്മെന്റിൽ ഒരു സിഗ്നിഫിക്കന്റ് ഫാക്ടർ അല്ല. Okay, so teacher-student ratio, rehearsal and practice, environmental stimulation, A, C and D only ആണ് ഇതിന്റെ correct answer ആയിട്ട്. Okay, educational achievement is influenced by different factors. Teacher-student ratio is important, and rehearsal and practice and environmental stimulation is also important. Okay. അടുത്ത ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ, 7th ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓൾ ക്രിയേറ്റീവ് ചിൽഡ്രൻ ആർ ചിൽഡ്രൻ വിത്ത് എക്സെപ്ഷണൽ ഇന്റലിജൻസ് ആൻഡ് ക്രിയേറ്റിവിറ്റി ജനറലി ഇൻവോൾവ്സ് ആൻ ഇൻക്യുബേഷൻ പീരിയഡ്. അപ്പൊ ഇതില് നമ്മൾ നോക്കുക, അസേർഷൻ ട്രൂ ആണോ, റീസൺ ട്രൂ ആണോ, അതിന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്ന് നോക്കുക. ഇതിന്റെ ആൻസർ വരുന്നത് ഡി ആണ്. ഇതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് assertion all creative children are children with exceptional intelligence. Ella creative children intelligence വളരെ exceptional ആവണം എന്നില്ല. ഓക്കെ, അതായത് നമുക്കറിയാം ക്രിയേറ്റീവ് ചിൽഡ്രനും ഇന്റലിജൻസും, ക്രിയേറ്റിവിറ്റിയും ഇന്റലിജൻസും പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണെങ്കിൽ പോലും നമ്മൾ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചിൽഡ്രൻ എല്ലാം തന്നെ അവർക്ക് എക്സെപ്ഷണൽ ഇന്റലിജൻസും കൂടി ഉണ്ടെന്ന് പറയുന്നത് ഫാൾസ് ആണ്. സോ അസേർഷൻ ഇവിടെ ഫാൾസ് ആണ്. പിന്നെ ക്രിയേറ്റിവിറ്റി ജനറലി ഇൻവോൾവ്സ് ആൻ ഇൻക്യുബേഷൻ പീരിയഡ്, അത് നമുക്കറിയാം. ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസ് നോക്കുന്ന സമയത്ത് ഇൻക്യുബേഷൻ ഒരു സ്റ്റേജ് ആണ്. സോ ദാറ്റ് ഇസ് ട്രൂ. So ഇതിൽ assertion is false and reason is true. So A is false and B reason is true എന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇപ്പോ ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസ് പറയുമ്പോൾ പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, അതാണ് നമ്മൾ റീസണിൽ പറഞ്ഞിട്ടുള്ളത്. ഒരു ഇൻക്യുബേഷൻ ഒരു പാർട്ട് ആണെന്നുള്ളത്. ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ ആൻഡ് വെരിഫിക്കേഷൻ നമുക്ക് സ്റ്റേജസ് ആയിട്ട് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ, in an experiment the experimenter manipulates the dash variable and observes whether there are changes in the dash variable as a result. ഒരു എക്സ്പെരിമെന്റിൽ എക്സ്പെരിമെന്റർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് ഏത് വേരിയബിൾ ആണ് ആൻഡ് ഏതിലാണ് നമ്മൾ എക്സ്പെരിമെന്റർ ചേഞ്ചസ് ഒബ്സർവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻസർ വരുന്നത് ആൻസർ ഡി ആണ്. നമുക്കറിയാം ഒരു എക്സ്പെരിമെന്റിൽ എക്സ്പെരിമെന്റർ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. ആ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിളിലുള്ള മാനിപ്പുലേഷൻ കൊണ്ട് ചേഞ്ചസ് ഉണ്ടാവുന്നത് ഡിപെൻഡന്റ് വേരിയബിളിലായിരിക്കും. ഓക്കെ, സോ ഇൻഡിപെൻഡന്റ് വേരിയബിളിലാണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഡിപെൻഡന്റ് വേരിയബിളിലാണ് മാനിപ്പുലേഷൻ ത്രൂ ഉള്ള ചേഞ്ചസ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ലിസ്റ്റ് ആണ്. അതില് ഓപ്ഷൻ ഇത് ലിസ്റ്റ് 1, ഇത് ലിസ്റ്റ് 2. ഓക്കെ, ഇതില് നിങ്ങൾ ജസ്റ്റ് നോക്കുക, ഡിസിഷൻ അനാലിസിസ് എന്താണ്, ഡിസിഷൻ സ്ട്രക്ചറിങ് എന്താണ്, ഡിസിഷൻ മേക്കിംഗ് എന്താണ് ഇതിൽ കൊടുത്തിട്ടുള്ളതിൽ നിന്നുള്ളതാണ്. അപ്പോ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് ആൻസർ ബി ആണ്. ആൻസർ ബി എന്ന് പറയുമ്പോൾ ഡിസിഷൻ അനാലിസിസ് എന്ന് പറയുന്നത് എപ്പോഴും ഒപ്റ്റിമൽ ഗ്യാതറിംഗ് ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് ഇൻഫർമേഷൻ. ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് എല്ലാ ഇൻഫർമേഷൻസും ഗ്യാദർ ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യാന്നൊക്കെ ഉള്ളതാണ് ഡിസിഷൻ അനാലിസിസിൽ നടക്കുന്നത്. ആൻഡ് ഡിസിഷൻ സ്ട്രക്ചറിംഗിൽ ഗ്യാദറിംഗ് ആൻഡ് സ്ട്രക്ചറിംഗ് ഓഫ് ഇൻഫർമേഷൻ ഒപ്റ്റിമലി, കിട്ടിയിട്ടുള്ള ഗ്യാദർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷനെ സ്ട്രക്ചർ ചെയ്യാന്നുള്ളതാണ് ഡിസിഷൻ സ്ട്രക്ചറിംഗിൽ നടക്കുന്നത്. പിന്നീടുള്ളതാണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ്. അതെന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷസ് ദ ക്രൈറ്റീരിയ ആൻഡ് ഓപ്ഷൻസ് ഫോർ കൺസിഡറേഷൻ, അതാണ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, അതിലിപ്പം നമ്മൾ ഓപ്ഷൻസ് ആൻഡ് കൺസിഡറേഷന് വേണ്ടിയിട്ട് ഓപ്ഷൻസിന് എടുക്കുക എന്നുള്ളത് അത് ഉദ്ദേശിക്കുന്നത് ഡിസിഷൻ മേക്കിംഗ് ഇസ് ദ ആക്ട് ഓഫ് ചൂസിങ് ബിറ്റ്വീൻ 2 or more ഓപ്ഷൻസ്, അതാണ്. ഡിസിഷൻ സ്ട്രക്ചറിംഗ് എന്ന് പറയുന്നത് ഗ്യാദറിംഗ് ആൻഡ് സ്ട്രക്ചറിംഗ് ഓഫ് ഇൻഫർമേഷൻ ഒപ്റ്റിമലി. ആൻഡ് ഡിസിഷൻ അനാലിസിസ് ഇസ് എ സിസ്റ്റമാറ്റിക് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് വിഷ്വൽ അപ്രോച്ച് ടു അഡ്രസ്സിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ് ദ ഇമ്പോർട്ടന്റ് ചോയ്സസ് ദാറ്റ് ബിസിനസ് സംടൈംസ് ഫേസ്. ബിസിനസ് മീൻസ് എന്താണോ നമ്മൾ ഡിസിഷൻ എടുക്കുന്നത് ആ ഒരു സമയത്ത് ഉള്ള ഇവാലുവേറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഡിസിഷൻ അനാലിസിസിൽ പറയുന്നത്. 10th question, binocular disparity is an important cue in 4 ഓപ്ഷൻസ് ഉണ്ട്. ബൈനോക്കുലർ ഡിസ്പാരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ്സ്
ഡെപ്ത് പെർസെപ്ഷനിലാണ് ഇമ്പോർട്ടന്റ് ക്യൂ ആയിട്ടുള്ളത്. ബൈനോക്കുലാർ ഡിസ്പാരിറ്റി ഒരു ഡെപ്ത് പെർസെപ്ഷന്റെ ക്യൂ ആണ്. Okay, binocular disparity is the slight difference between the right and left retinal image. നമ്മുടെ right retinal image ഉം left retinal image ഉം തമ്മിൽ ഒരു slight difference ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ binocular disparity പറയാറുള്ളത്. ഇതിനെ നമ്മൾ retinal disparity എന്നും കൂടി പറയാറുണ്ട്. It's an important cue in depth perception. Binocular disparity depth perception ഒരു important cue ആണ്. അടുത്ത 11th question again ഒരു ലിസ്റ്റ് മാച്ച് ലിസ്റ്റ് ആണ്. 2 ലിസ്റ്റുകൾ ഉണ്ട്. അതില് ലിസ്റ്റ് 1 കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്, ലിസ്റ്റ് 2 കോഡുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ആൻസർ 3 ആണ്. ആക്സിസ് 1 എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡഡ് ഇൻഫർമേഷൻ അബൌട്ട് ക്ലിനിക്കൽ ഡിസോർഡേഴ്സ്, any mental health conditions other than personality disorders or mental retardation. ക്ലിനിക്കൽ ഡിസോർഡേഴ്സ് എല്ലാം, നമ്മുടെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലാത്ത, മെന്റൽ റിട്ടാർഡേഷൻ അല്ലാത്ത ക്ലിനിക്കൽ ഡിസോർഡേഴ്സ് ഒക്കെ നമ്മൾ ആക്സിസ് 1 വരുന്നത്. ആക്സിസ് 2 എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻഫർമേഷൻ അബൌട്ട് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആൻഡ് മെന്റൽ റിട്ടാർഡേഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. ആക്സിസ് 2 പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആൻഡ് മെന്റൽ റിട്ടാർഡേഷൻ വരുന്നത്. ആക്സിസ് 3 information about any medical condition that were present which might impact the patient's mental disorder or its management. Axis 3 അതായത് എന്തെങ്കിലും other medical condition ഉള്ളത്. Axis 4 describe psychosocial and environmental factors affecting the person. Axis 4 Axis 5 എന്ന് പറയുന്നത് it's a rating scale called the global assessment of functioning. Global assessment of functioning, that is GAF, global assessment of functioning. അതാണ് ആക്സിസ് 5 അത് ഇറ്റ് സമ്മറൈസ് in a single number just how well the person was functioning overall എന്നുള്ളതാണ്. സോ അതാണ് ആക്സിസ് 5 ഉള്ളത്. അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ജനറൽ മെഡിക്കൽ ഇതിൽ ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഏറ്റവും നമുക്ക് കറക്റ്റ് അറിയാവുന്ന ഒരു കാര്യം ആൻസർ അല്ല, പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാം. പേഴ്സണാലിറ്റി ഡിസോർഡർ ഏതിലാണുള്ളത്? പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷനിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇവിടെ 1, ഇത് 2, ഇത് 3 ആൻഡ് ഇത് 4. അത് ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് ആണ്. ഓക്കെ, സോ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആക്സിസ് 2 അപ്പൊ ഇവിടെ ആക്സിസ് 2 പേഴ്സണാലിറ്റി ഡിസോർഡർ ഇവിടെ ഡി ആണിത്. ഡി എന്ന് പറഞ്ഞിട്ടുള്ളത് എവിടെയാണുള്ളത്? 2 ഡി എന്ന് പറഞ്ഞിട്ടുള്ളത് 3. ഡി എന്ന് പറഞ്ഞിട്ടുള്ളത് 3. അപ്പൊ ഇവിടെ 3. ഇനി ബാക്കി GAF ഗ്ലോബൽ അസസ്മെന്റ് ഫംഗ്ഷനിങ് ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. സോ അത് വരുന്നത് നമ്മളിവിടെ പറഞ്ഞ ആക്സിസ് 5 ഓക്കെ, ആക്സിസ് 5 നമ്മുടെ ഗ്ലോബൽ അസസ്മെന്റ് ഫംഗ്ഷനിങ് വരുന്നത്. ഇവിടെ ഇത് ബി ആണ്. ബി വരുന്നത് 5th ആക്സിസിലാണ്. ദാറ്റ് മീൻസ് 1. സോ B1. പിന്നെ അതർ ജനറൽ മെഡിക്കൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്സിസ് 3 ആൻഡ് ബി കോഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആക്സിസ് 2 ഓക്കെ. അടുത്തത് ട്രിപ്പിൾ ജ്വൽ ഇൻ ബുദ്ധിസം എന്ന് പറഞ്ഞിട്ടുള്ളത് 12th ക്വസ്റ്റ്യൻ. ട്രിപ്പിൾ ജ്വൽ ഇൻ ബുദ്ധിസം, സംഘ, ധർമ്മ, ബോത്ത് A and B and none. ഇതിൽ കറക്റ്റ് ആൻസർ ബോത്ത് A and B ആണ്. സംഘ ആൻഡ് ധർമ്മം രണ്ടിനെയും കൂടിയാണ് നമ്മൾ രണ്ടും ട്രിപ്പിൾ ജ്വൽ ഇൻ ബുദ്ധിസത്തിൽ ഇൻക്ലൂഡഡ് ആണ്. സോ ബുദ്ധ ഈ ഒരു Buddha was able to comprehend the situation will be hard for individuals to keep a track of his training taking place independently. അദ്ദേഹം ട്രിപ്പിൾ ജ്വൽ എന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് in case an individual needs to turn to Buddhists, they had to harbor as well as be sure of the Buddha, Dharma as well as Sangha. ഈ 3 ട്രിപ്പിൾ ജ്വൽ എന്ന് പറയുന്നത്. ബുദ്ധ, ധർമ്മ ആൻഡ് സംഘ. Okay, so
ബുദ്ധ, ധർമ്മ ആൻഡ് സംഘ എന്നുള്ളതാണ് ട്രിപ്പിൾ ജ്വൽ. അപ്പൊ നമ്മുടെ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത് രണ്ടെണ്ണാണ്. അതിൽ സംഘ ആൻഡ് ധർമ്മ, അത് രണ്ടും നമ്മുടെ ട്രിപ്പിൾ ജ്വല്ലില്, ബുദ്ധിസത്തിലെ ട്രിപ്പിൾ ജ്വല്ലിൽ ഇൻക്ലൂഡഡ് ആണ്. According to the factor theory of emotion, emotions equals, according to the two-factor theory of emotion, two-factor theory of emotion, emotion equals എന്താണ്? ഓപ്ഷൻ ആൻസർ എ ആണ് കറക്റ്റ്. ടു-ഫാക്ടർ തിയറിയിൽ ഇമോഷൻ ഈക്വൽസ് അറൗസൽ പ്ലസ് കൊഗ്നീഷൻ. അറൗസലും കൊഗ്നീഷനും കൂടി ചേർന്നിട്ടുള്ളതാണ് ടു-ഫാക്ടർ തിയറി. ടു-ഫാക്ടർ തിയറി എന്ന് പറയുമ്പോൾ ഇമോഷനിലെ അറൗസലും, അതായത് ഫിസിയോളജിക്കൽ അറൗസലും കൊഗ്നീഷനും കൂടി ചേർന്നിട്ടുള്ളതാണ് ടു-ഫാക്ടർ തിയറി ഓഫ് ഇമോഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, the purity of the blood that is constantly supplied to the brain is ensured with the help of blood-brain barrier, which is ഈ നമ്മുടെ ബ്ലഡിന്റെ പ്യൂരിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കോൺസ്റ്റന്റ്ലി ബ്രെയിനിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്നുള്ള ഒരു സംഭവത്തിലൂടെയാണ്. അതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതൊരു നെർവ് സെല്ലാണോ, ന്യൂറോ ട്രാൻസ്മിറ്റർ ആണോ, അതോ ഒരു സ്പെഷ്യലൈസ്ഡ് മെംബ്രെയിൻ ആണോ എന്നുള്ളതാണ്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ, ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്. ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു സ്പെഷ്യലൈസ്ഡ് മെംബ്രെയിൻ ആണ്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് മെംബ്രെയിൻ ആണ്. ഇറ്റ്സ് എ ഹൈലി സെലക്റ്റീവ് സെമി പെർമിയബിൾ ബോർഡർ ദാറ്റ് സെപ്പറേറ്റ്സ് ദ സർക്കുലേറ്റിംഗ് ബ്ലഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡിനെയും ബ്രെയിനിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു സെമി പെർമിയബിൾ ആയിട്ടുള്ള, ഹൈലി സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് മെംബ്രെയിൻ ആണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ആണ് ബ്ലഡ് ബ്രെയിൻ ബാരിയർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഫെയിലിയർ ടു ഡെവലപ്പ് കൺസിസ്റ്റന്റ് ഐഡന്റിറ്റി റിസൾട്ട്സ് ഇൻ, ഇതിലേതാണെന്ന് ഐഡന്റിറ്റി, ഒരു കൺസിസ്റ്റന്റ് ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ ഫെയിലിയർ സംഭവിച്ചു. അപ്പൊ ദിസ് ഇസ് ബേസ്ഡ് ഓൺ എറിക്സൺസ് സൈക്കോസോഷ്യൽ തിയറി. അവിടെ ഒരു ഐഡന്റിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ട് വന്നാൽ എന്താണ് സംഭവിക്കുക? റോൾ കൺഫ്യൂഷൻ ആണ് സംഭവിക്കുക. സോ ദ ആൻസർ ഇസ് ബി, റോൾ കൺഫ്യൂഷൻ. റോൾ കൺഫ്യൂഷൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓക്കെ, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. അപ്പോ റോൾ കൺഫ്യൂഷൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഇനി 16th question, I knew it all along phenomena is also known as hindsight bias. ഇതിൽ ഏതാണെന്നാണ് എനിക്കിത് മുമ്പേ അറിയായിരുന്നു. ലൈക്ക് I knew it all along phenomena എന്ന് പറഞ്ഞിട്ടുള്ളത് ആൻസർ എ ആണ്. ഹൈൻസൈറ്റ് ബയാസ് ആണ്. ഹൈൻസൈറ്റ് ബയാസ് എന്ന് പറയുമ്പോൾ is also known as I knew it all along phenomenon. അല്ലെങ്കിൽ ഇതിന് ക്രീപ്പിംഗ് ഡിറ്റർമിനിസം എന്നൊക്കെ പറയാറുണ്ട്. ഇറ്റ് റെഫേഴ്സ് ടു common tendency of people to perceive events that have already occurred as having been more predictable than they actually were before the events took place. അതായത് ഇതിൽ പറയുന്ന I knew it all along phenomenon അല്ലെങ്കിൽ ഹൈൻസൈറ്റ് ബയാസിൽ പറയുന്നത് ആളുകൾക്ക് എല്ലാവർക്കും ഒരു common tendency ഉണ്ട് to perceive events that have already occurred as having been more predictable. അതായത് എനിക്കിത് ഓൾറെഡി ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതാണ്, ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്ക് ഓൾറെഡി ഞാൻ പ്രെഡിക്റ്റ് ചെയ്തതാണ് എന്നുള്ള രൂപത്തിലുള്ള ആ ഒരു അങ്ങനെ പറയുന്ന ഒരു കോമൺ ടെൻഡൻസി, അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന, അങ്ങനെ പെർസീവ് ചെയ്യുന്ന ഒരു കോമൺ ടെൻഡൻസി ആളുകളിലുണ്ട്. അതിനെയാണ് ഹൈൻസൈറ്റ് ബയാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ I knew it all along phenomena എന്ന് പറയും. 17th question, in evolutionary terms, which is the oldest part of the brain? ബ്രെയിനില് ഈ തന്നിട്ടുള്ള ഓപ്ഷനിൽ ഏതാണ് ഓൾഡസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ആൻസർ ഡി ആണ്. ഓൾഡസ്റ്റ് പാർട്ട്, ദ ബ്രെയിൻ സ്റ്റം ആണ് നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത്. ഇൻ ഓൾഡസ്റ്റ് എവല്യൂഷണറി പാർട്സ് അതിൽ പറയുന്നത് നമ്മുടെ ബ്രെയിൻ സ്റ്റം ആണ്, which includes midbrain, pons, medulla oblongata. Brain stem which includes midbrain, pons and medulla oblongata. അതാണ് നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും ഓൾഡസ്റ്റ് പാർട്ടായിട്ട് നമ്മൾ പറയുന്നത്. 18th question, Pavo cells are ganglion cells found throughout the, അതായത് പാവോ സെൽസ് എന്ന് പറയുന്നത് ഗാംഗ്ലിയോൺ സെൽസ് ആണ്. അത് നമ്മുടെ എവിടെയാണ് കാണാൻ പറ്റുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ബി, നമ്മുടെ ബ്രെയിനിലാണ് നമുക്ക് ഈ ഒരു ഗാംഗ്ലിയോൺ സെൽസിനെ, പാർവോ സെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗാംഗ്ലിയോ സെൽസിനെ കാണാൻ പറ്റുന്നത്. എന്ന് വെച്ചാൽ പാർവോ സെല്ലുലാർ സെൽസ്, ഓൾസോ കോൾഡ് പി സെൽസ്, അതെന്ന് പറയുന്നത് ന്യൂറോൺസ് ലൊക്കേറ്റഡ് വിത്തിൻ ദ പാവോ സെല്ലുലാർ ലെയേഴ്സ് ഓഫ് ദ ലാറ്ററൽ ജെനിക്കുലേറ്റ് ന്യൂക്ലിയസ് ഓഫ് ദ തലാമസ്.
നമ്മുടെ ബ്രെയിനിലെ തലാമസിലെ ലാറ്ററൽ ജെനിക്കുലേറ്റ് ന്യൂക്ലിയസിന്റെ പാർവോ സെല്ലുലാർ ലെയേഴ്സിലാണ് നമുക്ക് കാണപ്പെടുന്ന ന്യൂറോൺസിനെയാണ് നമ്മൾ പാർവോ സെല്ലുലാർ സെൽസ് അല്ലെങ്കിൽ പി സെൽസ് എന്ന് പറയുന്നത്. പാർവസ് എന്നുള്ളതിന്റെ മീനിങ് വരുന്നത് ലാറ്റിനിലെ സ്മോൾ എന്നുള്ളതാണ്. അതാണ് സ്മോൾ സൈസ്. പാർവോ സെല്ലുലാർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്മോൾ സൈസ് സെൽസ്. അവിടെ സ്മോൾ സൈസ് സെൽസ് ആണ് ഉണ്ടാവുന്നത്. അത് നമ്മൾ കാണുന്നത് നമ്മുടെ ലാറ്ററൽ ജെനിക്കുലേറ്റ് ന്യൂക്ലിയസ് ഓഫ് ദി തലാമസ്. ദാറ്റ് മീൻസ് ഓപ്ഷനിൽ ബ്രെയിനിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ ബ്രെയിൻ. ബ്രെയിനിലാണ് നമ്മൾ പാർവോ സെൽസ് നമുക്ക് കാണാൻ പറ്റും. 19th question, which is the most common neurotransmitter in the brain? ഈ തന്നിട്ടുള്ളതിൽ നമ്മുടെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് ഉണ്ട്. കറക്റ്റ് ആൻസർ വരുന്നത് ബി ആണ്. ബി എന്ന് പറയുമ്പോൾ ഗ്ലൂട്ടാമേറ്റ് ആണ് നമ്മുടെ ബ്രെയിനിലെ ഏറ്റവും കോമൺ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഗ്ലൂട്ടാമേറ്റ് ആണ്. ഓക്കെ, ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ മോസ്റ്റ് കോമൺ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. അങ്ങനെ തന്നെ പഠിക്കണം. ഗ്ലൂട്ടാമേറ്റ് ഇസ് ദ മോസ്റ്റ് കോമൺ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ സെൻട്രൽ നെർവസ് സിസ്റ്റം. അത് നമ്മുടെ റെഗുലേഷൻ ഓഫ് ജനറൽ എക്സൈറ്റബിലിറ്റി ഓഫ് ദി സെൻട്രൽ നെർവസ് സിസ്റ്റം, നമ്മുടെ മെമ്മറി ലേണിംഗ് പ്രോസസ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതൊരു മേജർ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗ്ലൂട്ടാമേറ്റ്. അതുപോലെ തന്നെ ഗ്ലൂട്ടാമേറ്റ് പാത്വേസ് ആർ ലിങ്ക്ഡ് ടു മെനി അതർ ന്യൂറോ ട്രാൻസ്മിറ്റർ പാത്വേസ് ആൻഡ് ഗ്ലൂട്ടാമേറ്റ് റിസപ്റ്റേഴ്സ് ആർ ഫൗണ്ട് ത്രൂ ഔട്ട് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് ഇൻ ന്യൂറോൺ ആൻഡ് ഗ്ലിയ. ഓക്കെ, ഗ്ലൂട്ടാമേറ്റ് ആണ് നമ്മുടെ ബ്രെയിനിൽ കാണുന്ന മോസ്റ്റ് കോമൺ ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഗ്ലൂട്ടാമേറ്റ് ആണ്. സോ ദ ഓപ്ഷൻ ഇസ് ബി. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈപ്പർഫാജിയ ഈസ് എൻ ഈറ്റിംഗ് ഡിസോർഡർ ദാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ലീഷൻ ഓഫ്. ഹൈപ്പർഫേജിയ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഈറ്റിംഗ് ഡിസോർഡർ ആണ്. അത് നമ്മുടെ എന്തിലൊരു ലീഷൻ സംഭവിച്ചാലാണ് അല്ലെങ്കിൽ എന്തിൽ ഡാമേജ് സംഭവിച്ചാലാണ് ഹൈപ്പർഫേജിയ സംഭവിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഹൈപ്പർഫേജിയ എന്താ? നമ്മൾ കൂടുതൽ ഈറ്റ് ചെയ്യാം, അബ്നോർമലി ഈറ്റ് ചെയ്യാം. പോളിഫാജിയ എന്നും ഹൈപ്പർഫാജിയനെ നമ്മൾ പറയാറുണ്ട്. അതായത് അബ്നോർമലി സ്ട്രോങ് സെൻസേഷൻ ഓഫ് ഹങ്കർ ഓർ ഡിസയർ ടു ഈറ്റ്. അതായത് ഭയങ്കരമായിട്ട് ഫുഡ് കഴിക്കാൻ തോന്നുക, ഭയങ്കരമായിട്ട് ഹങ്കർ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഹൈപ്പർഫേജിയയിൽ സംഭവിക്കുന്നത്. അപ്പൊ എന്താവും? നമ്മൾ ഓവർ ഈറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഓവർ ഈറ്റ് ചെയ്യും. അപ്പൊ ഇത് ഏത് ഏരിയയിലാണ് ഇത് എഫക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസിലാണ്. വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് സംഭവിക്കുമ്പോഴാണ്. കാരണം നമുക്കറിയാം നമ്മുടെ വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസ് എന്ന് പറയുന്നത് നമ്മുടെ എന്ത് സെന്റർ ആണ്? സറ്റൈറ്റി സെന്റർ ആണ്. സറ്റൈറ്റി സെന്റർ ആണ്. സറ്റൈറ്റി സെന്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ഫീൽ കിട്ടും. ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽ കിട്ടുന്നത് ഈ ഒരു വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസിൽ വർക്ക് അത് കാരണമാണ്. ലാറ്ററൽ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹങ്കർ സെന്റർ ആണ്. ലാറ്ററൽ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹങ്കർ സെന്റർ ആണ്. lateral hypothalamus, ventromedial hypothalamus, satiety center ആണ്. സോ വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡാമേജ് സംഭവിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? നമുക്ക് ഫുൾ ഫീൽ വരാതെ അല്ലെങ്കിൽ സറ്റൈറ്റി സംഭവിക്കാതെ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓവർ ഈറ്റിംഗ് ഉണ്ടാവുന്നത്, അതായത് ഏത് സമയം ഒരു ഈറ്റ് ചെയ്യണം എന്നുള്ള ഡിസയർ വരുന്നത് ഈ വെൻട്രോമീഡിയൽ ഹൈപ്പോതലാമസിൽ ഡാമേജ് സംഭവിക്കുമ്പോഴാണ്. കാരണം അവിടെ ഒരു ഫുൾ ഫീൽ വരില്ല, കാരണം അത് ഡാമേജ് സംഭവിച്ചു. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. Which of the following stages of Piaget cognitive development is correct? ഇതില് പിയാഷയുടെ cognitive development ന്റെ സ്റ്റേജസിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഡി ആണ്. പിയാഷയുടെ തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ കുറച്ച് സ്റ്റേജസ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. ബർത്ത് ടു 2 years old ആണ് സെൻസറി മോട്ടോർ സ്റ്റേജ്. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് രണ്ടാമത്തത് ഏജസ് 2 to 4 പറയാം നമുക്ക്. പിന്നെ വരുന്നത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് 7 to 11 പറയാം. ദെൻ ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് പിന്നെ 11 വയസ്സിന് ശേഷം നമ്മൾ പറയുന്നതാണ്. സോ ഓപ്ഷനിൽ ഫസ്റ്റ് സെൻസറി മോട്ടോർ ആണ് വരേണ്ടത്, പിന്നെ പ്രീ ഓപ്പറേഷണൽ ആണ്, പിന്നെ കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ദെൻ ഫോർമൽ ഓപ്പറേഷണൽ. സോ ദ ആൻസർ ഇസ് ഡി. ഓക്കെ, ഇനി 22nd question. The percentage of all the scores in a distribution that lie below a given score is known as. അതില് പെർസെന്റേജ് ഓഫ് ഓൾ ദ സ്കോർസ് ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ലൈ ബിലോ എ ഗിവൺ, ഒരു സ്കോറിന്റെ താഴെ കിടക്കുന്ന എല്ലാ സ്കോറുകളുടെയും
പെർസെൻറ്റേജ് ഓഫ് ഓൾ ദ സ്കോർസ്. ആ ഒരു സ്കോറിന്റെ താഴെ കിടക്കുന്നതിന്റെ ആ ഒരു പെർസെൻറ്റേജ് പറയുമ്പോൾ ദാറ്റ് ഇസ് ആൻസർ ബി, പെർസെൻറ്റൈൽസ് ആണ്. പെർസെൻറ്റൈൽ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ മെഷർ യൂസ്ഡ് ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഡിക്കേറ്റിംഗ് ദ വാല്യൂ ബിലോ which a given percentage of observations in a group of അതായത് ഒരു സ്കോറിന്റെ താഴെയുള്ള മുഴുവൻ പെർസെൻറ്റേജ് ഓഫ് സ്കോറുകളെ നമ്മൾ പെർസെൻറ്റൈൽ എന്നാണ് പറയുന്നത്. പെർസെൻറ്റൈൽ എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ദ 20th percentile എന്ന് പറയുന്നത് is the value below which 20% of the observations may be found. 20% of the observationും കാണാൻ പറ്റുന്നത് 20th percentileന്റെ അതുള്ള വാല്യൂവിന്റെ ബിലോ ആയിട്ടായിരിക്കും. അപ്പോ ആൻസർ ബി ആണ്, പെർസെൻറ്റൈൽസ് ആണ്. ദ പെർസെൻറ്റേജ് ഓഫ് ഓൾ ദ സ്കോർസ് ഇൻ എ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് ലൈ ബിലോ എ ഗിവൺ സ്കോർ. ഓക്കെ, അതിനെയാണ് നമ്മൾ പെർസെൻറ്റൈൽസ് എന്ന് പറയുന്നത്. ഓക്കെ, പെർസെൻറ്റൈൽസ് അല്ലാതെ പെർസെൻറ്റൈൽ റാങ്ക് എന്നോ പെർസെൻറ്റേജ് സ്റ്റാറ്റസ് എന്നോ ഒന്നും അല്ല, പെർസെൻറ്റൈൽ എന്നാണ് അതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത്. അടുത്ത 23rd question, select the correct occurrence of 3 stages of morality development in Kohlberg. കോൾബർഗ് ആണ് മോറൽ ഡെവലപ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ കറക്റ്റ് 3 സ്റ്റേജസ് ഏതാണ്, അതിന്റെ ഒരു സീക്വൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ബി ആണ്. നമുക്കറിയാം ഫസ്റ്റ് നമ്മുടെ കോൾബർഗിന്റെ മോറൽ ഡെവലപ്മെന്റിൽ പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ആണ് ഫസ്റ്റ് വരുന്നത് ലെവൽ 1-ല്. ലെവൽ 2-ല് കൺവെൻഷണൽ മൊറാലിറ്റി ആൻഡ് ലെവൽ 3-ല് പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി ആണ് വരുന്നത്. ഈ ലെവൽ 1 എന്ന് പറയുമ്പോൾ അതില് ഒന്നാമത്തെ സ്റ്റേജിൽ ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ് ഓറിയന്റേഷൻ ആണ് വരുന്നത്. അതായത് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ 1-ന്റെ ഫസ്റ്റ് സ്റ്റേജിൽ ഒബീഡിയൻസ് ആൻഡ് പണിഷ്മെന്റ് ഓറിയന്റേഷൻ, സ്റ്റേജ് 2-ല് ഇൻഡിവിജ്വലിസം ആൻഡ് എക്സ്ചേഞ്ച്, ആൻഡ് ലെവൽ 2-ല് കൺവെൻഷണൽ മൊറാലിറ്റിയിൽ അതിൽ വരുന്നത് ഗുഡ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്സ് ആൻഡ് മെയിൻറ്റെയിനിങ്, സ്റ്റേജ് 4 മെയിൻറ്റെയിനിങ് സോഷ്യൽ ഓർഡർ ആണ് വരുന്നത്. പോസ്റ്റ് കൺവെൻഷണൽ മൊറാലിറ്റി ലെവൽ 3-ല് സോഷ്യൽ കോൺട്രാക്ട് ആൻഡ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് വരുന്നുണ്ട്. ആൻഡ് യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് സ്റ്റേജ് 5 ആൻഡ് സ്റ്റേജ് 6 ആയിട്ട് വരുന്നുണ്ട്. നമ്മളോട് ഇവിടെ ലെവലിന്റെ സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. സോ അതിന്റെ ആൻസർ വരുന്നത് പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ എന്നുള്ളതാണ്. കോൾബർഗിന്റെ പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ എറർ ഓഫ് attributing human thoughts, motives or feelings to animals while explaining their behavior is known as. Error of attributing human thoughts, motives or feelings to animals while explaining their behavior is known as. ആൻസർ ബി, ആന്ത്രപ്പോമോർഫിക് എറർ എന്നാണ് അതിനെ പറയുന്നത്. ആന്ത്രപ്പോമോർഫിക് എറർ എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ടു ദ എറർ ഓഫ് attributing human thoughts, feelings or motives to animals, especially as the way of explaining their behavior. എന്ന് വെച്ചാല് നമ്മുടെ ഹ്യൂമൻ തോട്ടിന്റെ it refers to the error of attributing human thoughts, feelings, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ്, മോട്ടീവ്സ് ഒക്കെ അതിനെ ആട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ ഉണ്ടാവുന്ന എററിനെയാണ് നമ്മൾ ആന്ത്രപ്പോമോർഫിക് എറർ എന്ന് പറയുന്നത്. നമ്മുടെ ബിഹേവിയർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് പലപ്പോഴും അവിടെ ഒരു എറർ സംഭവിക്കാറുള്ളത്. അതിനെയാണ് ആന്ത്രപ്പോമോർഫിക് എറർ എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. അടുത്തത് 25th question, subdivision of outer being in vertical system of levels of consciousness. Subdivision of outer being in vertical system of level of consciousness. വൈറ്റൽ മൈൻഡ് ഉണ്ട്, ഫിസിക്കൽ മൈൻഡ് ഉണ്ട്, നാച്ചുറൽ മൈൻഡ് ഉണ്ട്, കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് സബ് ഡിവിഷൻ ആയിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. സി എന്ന് പറയുമ്പോൾ ബോത്ത് 1 and 2, ദാറ്റ് മീൻസ് വൈറ്റൽ മൈൻഡും ഫിസിക്കൽ മൈൻഡും ആണ്. ഇപ്പം 3 മെയിൻ ഡിവിഷൻസ് ഓഫ് ഔട്ടർ ബീയിങ് ആണുള്ളത്. അതിൽ വൈറ്റൽ മൈൻഡ് ഒന്നാമത്തെ ഡിവിഷൻ, ഫിസിക്കൽ മൈൻഡ്, ദെൻ നമ്മൾ മെക്കാനിക്കൽ മൈൻഡ് പറയുന്നുണ്ട്. വൈറ്റൽ മൈൻഡ് എന്ന് പറയുമ്പോൾ പാർട്ട് ഓഫ് ദ മൈൻഡ് ദാറ്റ് ഇസ് ഇന്റർമിക്സ്ഡ് വിത്ത് ദ വൈറ്റൽ. ഓക്കെ, വൈറ്റൽ മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ തിങ്കിങ് മൈൻഡിനെ പോലെയല്ല, അതിൽ ഇമ്പൾസസും ഡിസയേഴ്സും അതൊക്കെയാണ് കൂടുതലായിട്ടും ഡൊമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് വൈറ്റൽ മൈൻഡിൽ.
Physical mind, which is a part of the mind that is intermixed with the physical, and physical consciousness such as inertia ഒക്കെയാണ് ഈ ഒരു physical mind നമുക്ക് കാണാൻ പറ്റുന്നത്. ഒബ്സസീവ് തോട്ട്സ്, ഡൗട്ട്സ് ഒക്കെ നമുക്ക് physical മൈൻഡിലാണ് കാണാൻ പറ്റുന്നത്. മെക്കാനിക്കൽ മൈൻഡ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ് ഇസ് ദാറ്റ് മെഷീൻ ദാറ്റ് ഗോസ് ഓൺ ടേണിംഗ് റൗണ്ട് ആൻഡ് റൗണ്ട് വെനെവർ തോട്ട്സ് ഒക്കർ ഇൻ ഇറ്റ്. ഒരു മെക്കാനിക്കൽ രൂപത്തിലുള്ള മൈൻഡ് ആയിട്ടാണ് മെക്കാനിക്കൽ മൈൻഡിന്, അതായത് ഒരു മെഷീൻ പോലെ ഇങ്ങനെ ഒരു ടേൺ കഴിഞ്ഞ് ആ രൂപത്തിൽ നമ്മുടെ തോട്ട്സ് പോകുന്നതിനെയാണ് മെക്കാനിക്കൽ മൈൻഡ് എന്ന് പറയുന്നത്. സോ ഈ 3 ഡിവിഷൻസ് ആയിട്ടാണ് പറയുന്നത്. വൈറ്റൽ മൈൻഡ്, നമ്മുടെ ഔട്ടർ ബീയിങ് 3 ഡിവിഷൻസ് ആയിട്ടാണ് പറയുന്നത്. വൈറ്റൽ മൈൻഡ്, ഫിസിക്കൽ മൈൻഡ് ആൻഡ് മെക്കാനിക്കൽ മൈൻഡ്. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ വൈറ്റൽ മൈൻഡും ഫിസിക്കൽ മൈൻഡും ആണ് ഉള്ളത്. അതുകൊണ്ട് ബോത്ത് 1 and 2 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. 26. Which of the following is not true of correlation? Correlationൽ കറക്റ്റ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം options: helps to discover relationships, helps to demonstrate causation, helps one to make predictions, helps to identify strength of relations. So ഇതിൽ ട്രൂ അല്ലാത്തത്, നമ്മൾ റിലേഷൻഷിപ്പ് ഡിസ്കവർ ചെയ്യാനും കോറിലേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ പ്രഡിക്ഷൻസിനും നമ്മൾ കോറിലേഷൻ പറയാറുണ്ട്. ഐഡന്റിഫൈ സ്ട്രെങ്ത് ഓഫ് റിലേഷനും നമ്മൾ കോറിലേഷൻ പറയാറുണ്ട്. കോസേഷനും നമ്മൾ കോറിലേഷൻ അങ്ങനെ പറയാറില്ല. സോ ദ ആൻസർ ഇസ് ബി എന്നുള്ളതാണ്. കോറിലേഷൻ എന്ന് പറയുന്നത് ഇസ് എ സ്റ്റാറ്റിസ്റ്റിക്കൽ technique that can show whether and how strongly pairs of variables are related. എങ്ങനെയാണ് റിലേറ്റഡ് ആയിട്ടുള്ള വേരിയബിൾസ് റിലേറ്റഡ് ആയിട്ടുള്ളത്, എത്രത്തോളം സ്ട്രോങ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുന്നത് കോറിലേഷൻ വഴിയാണ്. പിന്നീട് നമ്മൾ പ്രഡിക്ഷന് വേണ്ടിയിട്ട് നമ്മൾ കോറിലേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ റിഗ്രഷൻ ത്രൂ ആണ് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാറുള്ളത്. സോ അവിടെയും നമുക്ക് കോറിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്ത 27th question. During drug experiments, random assignment of subjects to different experimental and control groups helps to control. ഒരു ഡ്രഗ് എക്സ്പെരിമെന്റിന്റെ സമയത്ത് നമ്മൾ സബ്ജക്റ്റിനെ എക്സ്പെരിമെന്റൽ ഗ്രൂപ്പിലേക്കും കൺട്രോൾ ഗ്രൂപ്പിലേക്കും റാൻഡം ആയിട്ട് അസൈൻ ചെയ്യുന്നത് എന്ത് കൺട്രോൾ ചെയ്യാനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ പ്ലാസിബോ എഫക്റ്റും എക്സ്പെരിമെന്റൽ എഫക്റ്റും രണ്ടും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു റാൻഡം അസൈൻമെന്റ് നടത്തുന്നത്. എക്സ്പെരിമെന്റൽ എഫക്റ്റ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് ഒബ്സർവർ എഫക്റ്റ് എന്നും കൂടി പറയാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ റിസർച്ചറിന് അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെരിമെന്ററിന് ഉണ്ടാവുന്ന ഒരു എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബയാസ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻഫ്ലുവൻസ് അതിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എക്സ്പെരിമെന്റൽ എഫക്റ്റ് എന്ന് പറയുന്നത്. അത് ഡെലിബറേറ്റ്ലി ആവാം, അല്ലാണ്ട് ആവാം. ഈ ഒരു ടെസ്റ്റ് റിസൾട്ട്സിനെ മാറ്റാനോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനിപ്പുലേഷൻ ചെയ്യാനോ വേണ്ടിയിട്ട് ഡെലിബറേറ്റ്ലി അല്ലാണ്ടോ എക്സ്പെരിമെന്റർ എന്തെങ്കിലും തരത്തിലൊരു ഇൻഫ്ലുവൻസ് അതിൽ വരുത്താണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ബയാസ് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എക്സ്പെരിമെന്റൽ എഫക്ട്സ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് സം പീപ്പിൾ എക്സ്പീരിയൻസ് എ ബെനിഫിറ്റ് ആഫ്റ്റർ ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എൻ ഇനാക്റ്റീവ് ലുക്ക് ലൈക്ക് സബ്സ്റ്റൻസ് ഓർ ട്രീറ്റ്മെന്റ്. ചില സമയത്ത് നമ്മൾ പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കുള്ള ഒരു മെഡിസിൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്റർവെൻഷൻ, ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. അപ്പൊ അതിനോട് സിമിലർ ആയിട്ടുള്ള ലുക്ക് ലൈക്ക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് എന്നാൽ റിയൽ ആയിട്ടും നമ്മൾ എന്താണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതല്ല, പ്ലാസിബോ ആണ്. പ്ലാസിബോ എന്ന് പറഞ്ഞാൽ അവിടെ യാതൊരു വിധത്തിലുള്ള മെഡിക്കൽ എഫക്റ്റും ഇല്ല. പല സമയത്തും ചുമ്മാ ഒരു കാണുമ്പോൾ ഇയാൾ കാണുന്ന സമയത്ത് നമ്മുടെ ക്ലയന്റ് അല്ലെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള സബ്ജക്ട് കാണുന്ന സമയത്ത് ഓക്കെ എനിക്കും ഇങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് കിട്ടുന്നുണ്ട് എന്നുള്ള തോന്നലുണ്ടാവും. പക്ഷെ ശരിക്കും അവർക്ക് അങ്ങനെ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് അത് കൊടുത്തു കഴിയും. അങ്ങനെ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന സമയത്ത് അവർക്ക് അതിൽ ഇവരുടെ എന്താണോ ഔട്ട്കം പ്രതീക്ഷിക്കുന്നത് അതിൽ ചേഞ്ചസ് കാണാൻ സംഭവിക്കാറുണ്ട്. അതിനെയാണ് പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടും പല ആളുകൾക്കും ഒരു ബെനിഫിറ്റ്സ് അതിന്ന് സം പീപ്പിൾ എക്സ്പീരിയൻസ് ബെനിഫിറ്റ്സ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പ്ലാസിബോ എന്ന് പറയുന്നത്. സോ ഈ നമ്മുടെ ഇങ്ങനെ ചെയ്യുന്നത് എക്സ്പെരിമെന്റൽ എഫക്റ്റും പ്ലാസിബോ എഫക്റ്റ് എല്ലാം തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി പാസ് മോഡൽ ഓഫ് ഇന്റലിജൻസ് proposes that 3 following processes determine intelligence, which are പാസ് മോഡലിൽ ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് ഇന്റലിജൻസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ആൻസർ ഡി ആണ് വരുന്നത്. പ്ലാസിബോ പാസ് തിയറി എന്ന് പറയുന്നത് പാസ് തിയറി ഓഫ് ഇന്റലിജൻസ് ഡെവലപ്ഡ് ബൈ ദാസ്
നഗ്ലേറി ആൻഡ് കീർബി എന്നുള്ളവരാണ് 1994-ലാണ്. ഇതിൽ പാസ് എന്നുള്ളതുകൊണ്ട് പി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്ലാനിങ് എന്നുള്ളതാണ്. എ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറ്റൻഷൻ അറൗസൽ ആണ്. ആൻഡ് എസ് എന്നുള്ളതുകൊണ്ട് സൈമൾട്ടേനിയസ് ആൻഡ് അതർ എസ് സക്സസീവ് എന്നുള്ളതാണ്. ഓക്കെ, സോ പാസ് തിയറി എന്നുള്ളതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് 4 മെയിൻ കോമ്പണൻസ് ആണ് ഈ തിയറിയിലുള്ളത്. പ്ലാനിങ്, അറ്റൻഷൻ അറൗസൽ, സൈമൾട്ടേനിയസ് പ്രോസസ്സിംഗ്, സക്സസീവ് പ്രോസസ്സിംഗ്. അതാണ് പി എന്ന് പറയുമ്പോൾ പ്ലാനിങ് ആണ്, എ എന്ന് പറയുമ്പോൾ അറ്റൻഷൻ അറൗസൽ, എസ് എന്ന് പറയുമ്പോൾ സൈമൾട്ടേനിയസ് പ്രോസസ്സിംഗ് ആൻഡ് അതർ എസ് എന്ന് പറയുന്നത് സക്സസീവ് പ്രോസസ്സിംഗ്. ഇതിൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു ഫ്രോണ്ടൽ ലോബ് ഫംഗ്ഷൻ ആണ്. അതെല്ലാം നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. സോ പിന്നെ വരുന്നത് അറ്റൻഷൻ അറൗസൽ, ദെൻ സക്സസീവ് സൈമൾട്ടേനിയസ് പ്രോസസ്സിംഗ് ആൻഡ് സക്സസീവ് പ്രോസസ്സിംഗ്. ഇവിടെ നമ്മൾ ഓപ്ഷനിലുള്ളത് പ്ലാനിങ് ഓപ്ഷൻ ഡി ആണ്. അറ്റൻഷൻ അറൗസൽ, സൈമൾട്ടേനിയസ് ആൻഡ് സക്സസീവ്. ഇതാണ് പാസ് മോഡൽ ഓഫ് ഇന്റലിജൻസ്. 29th സ്പ്ലിറ്റ് ബ്രെയിൻ ഓപ്പറേഷൻ ഇൻവോൾവ് ദ കട്ടിംഗ് ഓഫ്. നമ്മൾ സ്പ്ലിറ്റ് ബ്രെയിൻ ഓപ്പറേഷനിൽ എന്തിലാണ് നമ്മൾ കട്ടിംഗ് നടത്തുന്നത് എന്നുള്ളത്, നമ്മുടെ 2 ഹെമിസ്ഫിയേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നത്, റൈറ്റ് ഹെമിസ്ഫിയറിനെയും ലെഫ്റ്റ് ഹെമിസ്ഫിയറിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്നത് കോർപ്പസ് കലോസം ആണ്. കോർപ്പസ് കലോസം ആണ് 2 ഹെമിസ്ഫിയറിനെയും 2 ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്നത്. സോ അതാണ് നമ്മൾ സ്പ്ലിറ്റ് ബ്രെയിൻ ഓപ്പറേഷന്റെ സമയത്ത് കട്ട് ചെയ്യുന്നത്. ഓക്കെ, കോർപ്പസ് കലോസം ആണ് നമ്മൾ സ്പ്ലിറ്റ് ബ്രെയിൻ ഓപ്പറേഷന്റെ സമയത്ത് കട്ട് ചെയ്യുന്നത്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ഇനി 30th question, melatonin is a hormone released in response to daily cycles of light and dark by. Melatonin എന്നുള്ളത് ഈ ഹോർമോൺ ഏത് ഗ്ലാൻഡ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്കറിയാം മെലറ്റോണിൻ ഇസ് എ ഹോർമോൺ. അത് നമ്മുടെ ഡാർക്ക്നെസ്സിനും നമ്മുടെ ലൈറ്റ്, നമ്മുടെ ഒരു ഡേ സൈക്കിൾ, നമ്മുടെ 24 hour ഇന്റേണൽ ക്ലോക്സ്, കാർഡിയൻ റിതം, അതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് മെലറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ആണ്. നമ്മുടെ സ്ലീപ്പിനെയും നമ്മുടെ വേക്ക്ഫുൾനെസ്സിനെയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, നമ്മുടെ സിർക്കാഡിയൻ റിതത്തിനെ, 24 hour ഇന്റേണൽ ക്ലോക്ക് എന്നുള്ളതാണ് സിർക്കാഡിയൻ റിതം എന്ന് പറയുന്നത്. അതിനൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നത് മെലറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ആണ്. മെലറ്റോണിൻ റിലീസ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. മെലറ്റോണിൻ റിലീസ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. മെലറ്റോണിൻ റിലീസ് ചെയ്യുന്നത് പീനിയൽ ഗ്ലാൻഡ് ആണ്. സോ ദ ആൻസർ ഇസ് എ. അടുത്ത 31 question, a negative correlation of intelligence and birth order was observed in less stimulating intellectual environment by. അതായത് നമ്മുടെ ബർത്ത് ഓർഡറും നെഗറ്റീവ് കോറിലേഷൻ, ഇന്റലിജൻസും ബർത്ത് ഓർഡറും തമ്മിലൊരു നെഗറ്റീവ് കോറിലേഷൻ വരുന്നുണ്ട് എന്നുള്ളത് ഇതിൽ ആരാണ് സ്റ്റഡി നടത്തിയത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് റോബർട്ട് സാജോങ് ആണ്. ഈ കണക്ഷൻ ബിറ്റ്വീൻ ബർത്ത് ഓർഡർ ആൻഡ് ഇന്റലിജൻസ് വാസ് ഫസ്റ്റ് എക്സാമിൻഡ് ബൈ പ്രൊഫസർ റോബർട്ട് സാജോങ്. ഓക്കെ, അദ്ദേഹം ഒരു സോഷ്യൽ സൈക്കോളജിസ്റ്റ് ആയിരുന്നു. ബർത്ത് ഓർഡറും ഇന്റലിജൻസും ആണ്. ബർത്ത് ഓർഡർ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ, സെക്കൻഡ് ഓർഡർ അങ്ങനെ പറയല്ലോ നമ്മള്, ഫസ്റ്റ് അങ്ങനെ. അപ്പം അത് ഇദ്ദേഹം റോബർട്ട് സാജോങ് ആണ് അദ്ദേഹം എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതില് അദ്ദേഹം കണ്ടുപിടിച്ചൊരു സംഭവം, നമ്മുടെ ഒരു ഇന്റലക്ച്വൽ എൻവയറമെന്റിന്റെ ഡൈനാമിക്സിനെ ചേഞ്ച് ചെയ്യുന്നതിൽ 2 ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ബർത്ത് ഓർഡർ ആണെന്നാണ് നമ്മുടെ സാജോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബർത്ത് ഓർഡർ അദ്ദേഹം പറഞ്ഞത് ദർ ഇസ് വെരി ഇമ്പോർട്ടന്റ് മിറ്റിഗേറ്റിംഗ് ഫാക്ടർ. അതർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ഫംഗ്ഷൻ ആണ്. ഇതില് ഈ ബർത്ത് ഓർഡർ എന്ന് പറയുന്നത് നമ്മുടെ ഇന്റലക്ച്വൽ എൻവയറമെന്റിൽ വളരെയധികം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ആണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇൻ ഈച്ച് ഫാമിലി അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, ദ ഓൾഡർ ചിൽഡ്രൻ സെർവ് ആസ് മെന്റേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് കെയർ ടേക്കേഴ്സ് ഓഫ് ദ യങ് ചിൽഡ്രൻ. ആൻഡ് പിന്നെ ഓൺലി ചിൽഡ്രൻ എന്ന് പറയുന്നത് ലാസ്റ്റ് ബോൺസ് ആൻഡ് ഓൺലി ചിൽഡ്രൻ സ്കോർ ലോവർ ഇൻ ഇന്റലിജൻസ് എന്നൊക്കെ സാജോങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹം ഈ ഒരു ബർത്ത് ഓർഡറും ഈ ഒരു നമ്മുടെ ഇന്റലക്ച്വൽ എൻവയറമെന്റും അല്ലെങ്കിൽ ഇന്റലിജൻസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അതിനൊരു നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ റിസർച്ച് നടത്തിയ ബർത്ത് ഓർഡറിലും ഇന്റലിജൻസിലും അതിന്റെ ഒരു കണക്ഷനിൽ റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത് റോബർട്ട് സാജോങ് ആണ്. ഇതൊന്നും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആരാണ് ഈ ഒരു റിസർച്ച് നടത്തിയത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. റോബർട്ട് സാജോങ് ആണ്.
32 question, culture fair intelligence test measures fluid intelligence, and fluid intelligence is culturally determined എന്നുള്ളതാണ് assertion and reason ആയിട്ടുള്ളത്. ഇതിന്റെ correct answer വരുന്നത് C ആണ്. എന്ന് വെച്ചാൽ culture fair intelligence test measures fluid intelligence എന്നുള്ളത് correct ആണ്. പക്ഷെ fluid intelligence culturally determine ചെയ്തതാണ് എന്നുള്ളത് തെറ്റാണ്. നമുക്കറിയാം culture fair intelligence test ഫസ്റ്റ് കൺസ്ട്രക്ട് ചെയ്തത് റെയ്മണ്ട് കാറ്റൽ ആണ്. അതിലെന്ന് പറഞ്ഞാൽ ഇറ്റ് എസ്റ്റിമേറ്റഡ് ഇന്റലിജൻസ് ഡിവോയിഡ് ഓഫ് സോഷ്യോ കൾച്ചറൽ ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസസ്. നമ്മൾ കൾച്ചർ ഫെയർ ഇന്റലിജൻസ് ടെസ്റ്റ് നടത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു യാതൊരു വിധത്തിലുള്ള സോഷ്യോ എക്കണോമിക് സോഷ്യോ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഒന്നും നമ്മുടെ ടെസ്റ്റിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ നടത്തുന്ന ഇന്റലിജൻസ് ടെസ്റ്റിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഫ്ലൂയിഡ് ഇന്റലിജൻസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കാറ്റലാണ്. It involves being able to think and reason abstractly and solve problems. This ability is considered independent of learning, experience, and education. ഇത് നമ്മുടെ കൾച്ചറലി അല്ല. ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ അത് ഇന്നേറ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന, നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ കിട്ടുന്ന ഒരു എബിലിറ്റിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് ഇന്റലിജൻസിൽ നമ്മൾ പറയുന്നത്. അത് നമ്മുടെ ലേണിംഗ് എക്സ്പീരിയൻസ് ഒന്നും ആയിട്ട് അതിന് ബന്ധമില്ല, അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഫ്ലൂയിഡ് ഇന്റലിജൻസ് is not influenced by cultural parameters. Fluid intelligence cultural parameters ആയിട്ട് ഇൻഫ്ലുവൻസ്ഡ് അല്ല. പക്ഷെ ഫ്ലൂയിഡ് ഇന്റലിജൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൾച്ചർ ഫെയർ ഇന്റലിജൻസ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലൂയിഡ് ഇന്റലിജൻസ് മെഷർ ചെയ്യാറുണ്ട്. Consider the following tests: digit span, digit symbol, object assembly, memory, picture arrangement. This test is included in the performance scale of WAIS. WAIS in the performance scale ഉള്ള ടെസ്റ്റസ് ഇതിൽ മുകളിൽ കൊടുത്തതിൽ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ബി ആണ്. വെഷ്ലർ അഡൾട്ട് ഇന്റലിജൻസ് സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ഇന്റലിജൻസ് ടെസ്റ്റ് 1955 പബ്ലിഷ് ചെയ്തതാണ്. അതിൽ വെർബൽ ടെസ്റ്റസിൽ വരുന്നത് ഇൻഫർമേഷൻ, കോംപ്രഹെൻഷൻ, അരിത്തമെറ്റിക്, ഡിജിറ്റ് സ്പാൻ, സിമിലാരിറ്റീസ് ആൻഡ് വൊക്കാബുലറി എന്നുള്ളതാണ്. പെർഫോമൻസ് സബ് ടെസ്റ്റസ് ആയിട്ട് വരുന്നത് പിക്ചർ അറേഞ്ച്മെന്റ്, പിക്ചർ കംപ്ലീഷൻ, ബ്ലോക്ക് ഡിസൈൻ, ഒബ്ജക്ട് അസംബ്ലി ആൻഡ് ഡിജിറ്റ് സിംബൽ എന്നുള്ളതാണ് ബേസിലെ പെർഫോമൻസ് സബ് ടെസ്റ്റ് ആയിട്ട് വരുന്നത്. സോ ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 2, 3 and 5 ഈ തന്നിട്ടുള്ളതിൽ ഡിജിറ്റ് സിംബൽ, ഒബ്ജക്ട് അസംബ്ലി ആൻഡ് പിക്ചർ അറേഞ്ച്മെന്റ് എന്നുള്ളത് നമ്മുടെ ബേസിലെ പെർഫോമൻസ് ടെസ്റ്റിൽ വരുന്നത്, സബ് ടെസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത 34 ക്വസ്റ്റ്യൻ ഒരു അസേർഷൻ റീസൺ ആണ്. മീഡിയൻ is used as a measure of scale value in method of equal appearing intervals. അതാണ് അസേർഷൻ. ഇൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ് ആർ നോട്ട് ഐഡന്റിക്കൽ എന്നുള്ളതാണ്. ഇതിന്റെ ആൻസർ സി ആണ്. നമുക്കറിയാം ഈ അസേർഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, ഇൻ മെത്തേഡ് ഓഫ് ഈക്വൽ അപ്പിയറിംഗ് ഇന്റർവൽസ് participants are asked to judge the perceived difference between stimuli on psychological scale. നമ്മൾ ഈക്വൽ അപ്പിയറിംഗ് ഇന്റർവെല്ലിൽ അതിൽ പറയുന്നത് പാർട്ടിസിപ്പൻസിനോട് നമ്മുടെ സ്റ്റിമുലെ സൈക്കോളജിക്കൽ സ്കെയിലുള്ള സ്റ്റിമുലെ തമ്മിലുള്ള പെർസീവ്ഡ് ഡിഫറൻസ് ജഡ്ജ് ചെയ്യാനാണ് പറയുന്നത്. സോ അവിടെ മീഡിയൻ റെസ്പോൺസ് then used as the scale value for a median response ആണ് യൂസ് ചെയ്യുന്നത്. സോ ആൻസർ അസേർഷൻ ആയിട്ടുള്ള മീഡിയൻ is used as മീഡിയൻ ആണ് അവിടെ, അതായത് തമ്മിലുള്ള ഡിഫറൻസ് ആണ്, ഡിസ്റ്റൻസ് ആണ് കാണാൻ പറയുന്നത്. അപ്പൊ മീഡിയൻ ആണ് അവിടെ ഒരു മെഷർ സ്കെയിൽ വാല്യൂ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് എ എന്ന് പറയുന്നത് ട്രൂ ആണ്. ഇനി നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇത് നോട്ട് ഐഡന്റിക്കൽ എന്നുള്ളതാണ് റീസണിൽ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ നോർമൽ ഡിസ്ട്രിബ്യൂഷനിൽ മീനും മീഡിയനും മോഡും ഐഡന്റിക്കൽ ആണ്. ഇൻ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഒരു ബെൽ ഷേപ്ഡ് കർവില് മീൻ, മീഡിയൻ, മോഡ് എന്ന് പറയുന്നത് സെന്റർ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ ഒരുമിച്ചാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് ഐഡന്റിക്കൽ ആണ്. ഓക്കെ, 35th. സോ ദ ആൻസർ അവിടെ ആൻസർ സി ആണ്. ഇനി 35th ക്വസ്റ്റ്യൻ, ദ സ്വിച്ചിങ് സ്റ്റേഷൻ ബിറ്റ്വീൻ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം മെമ്മറി എന്ന് പറയുന്നത് ഇതിൽ ഏതാണ്?
ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് ലോങ് ടേം മെമ്മറിയിലേക്കുള്ള ഒരു സ്വിച്ചിങ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഇതിൽ ഹിപ്പോ ക്യാമ്പസ് ആണ്. ഹിപ്പോ ക്യാമ്പസ് ഇസ് എ കോംപ്ലക്സ് ബ്രെയിൻ സ്ട്രക്ചർ എംബഡഡ് ഡീപ്പ് ഇൻ ടു ടെമ്പോറൽ ലോബ്. അതാണ് നമ്മുടെ ലേണിംഗ് മെമ്മറിയിലും ഭയങ്കര ഇമ്പോർട്ടന്റ് റോൾ ഉള്ളത് ഹിപ്പോ ക്യാമ്പസിനാണ്. ആൻഡ് ഹിപ്പോ ക്യാമ്പസ് ആണ് ഒരു സ്വിച്ചിങ് സ്റ്റേഷൻ ആയിട്ട് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും ലോങ് ടേം മെമ്മറിയിലേക്കുള്ള ഒരു കൺവേർഷനിൽ ഒരു സ്വിച്ചിങ് സ്റ്റേഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഹിപ്പോ ക്യാമ്പസ് ആണ്. ഓക്കെ, അടുത്തത് 36ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു വാലസ്, ക്രിയേറ്റീവ് പെർഫോമൻസ് കംപ്ലീറ്റ്സ് ത്രൂ ഫോളോയിങ് സീക്വൻസ്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോ വാലസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്രഹാം വാലസിനെ കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ 4 സ്റ്റേജസ്, ക്രിയേറ്റീവ് പെർഫോമൻസിന്റെ 4 സ്റ്റേജസ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്നത് ആൻസർ ഡി ആണ്. ഗ്രഹാം വാലസ് ആണ് ഈ ഒരു ക്രിയേറ്റിവിറ്റിയുടെ സ്റ്റേജസിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 4 സ്റ്റേജസ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ പ്രിപ്പറേഷൻ, ദെൻ ഇൻക്യുബേഷൻ, ദെൻ ഇലുമിനേഷൻ ആൻഡ് ദെൻ വെരിഫിക്കേഷൻ. ഇതിൽ ഇൻക്യുബേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നമ്മുടെ ഒരു അൺകോൺഷ്യസ്ലി നമ്മൾ ഇതിനെ മൊത്തം പ്രോസസ് ചെയ്യുന്ന ആ ഒരു അവസ്ഥേനെയാണ് നമ്മൾ ഇൻക്യുബേഷൻ എന്ന് പറയുന്നത്. ഇലുമിനേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു സഡൻ ഇൻസൈറ്റ് കിട്ടുന്ന, ആ ഒരു ക്രിയേറ്റീവ് ഐഡിയ സഡൻ ആയിട്ട് കിട്ടുന്ന ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഇലുമിനേഷൻ എന്ന് പറയുന്നത്. വെരിഫിക്കേഷൻ സ്റ്റേജിനെ ഇംപ്ലിമെന്റേഷൻ എന്നും പറയാറുണ്ട്. ഓക്കെ, സോ ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രിപ്പറേഷൻ, ഇൻക്യുബേഷൻ, ഇലുമിനേഷൻ, വെരിഫിക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ 37. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ ഫോബിയ ഫോർ ഡാർക്ക്നെസ്? ഫോബിയ ഫോർ ഡാർക്ക്നെസ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതില് കറക്റ്റ് ആൻസർ വരുന്നത് ആൻസർ സി ആണ്, നിക്ടോഫോബിയ. നിക്ടോഫോബിയാണ് നമ്മൾ ഒരു ഏജ് ഇൻ അപ്രോപ്രിയേറ്റ് ഫിയർ ഓഫ് ഡാർക്ക്നെസ് എന്ന് പറയുന്നത് നിക്ടോഫോബിയാണ്. അതായത് ഒരു നോർമലി ഒരു ഏജ്ഡ് ആയിട്ടുള്ള ആള് കാണിക്കാൻ പാടില്ലാത്ത, ലൈക്ക് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള, ചില ആളുകൾക്കൊക്കെ ഒരു ഡാർക്ക്നെസ്സിനോട് ഒരു ഫിയർ ഉണ്ടാവുമല്ലോ. പക്ഷെ ഇത്തരം ഈ നിക്ടോഫോബിയ എന്ന് പറഞ്ഞാൽ നമുക്കൊരു നോർമൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ അല്ലാത്ത ഫിയർ ഓഫ് ഡാർക്ക്നെസ് ഉണ്ടാവുക എന്നുള്ളതാണ് നിക്ടോഫോബിയ. ഇതിൽ അതർ ഓപ്ഷൻസ് ആയിട്ടുള്ള ആസ്ട്രാഫോബിയ എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഫിയർ ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, and fear of flying is called aviophobia or aerophobia, and fear and hatred of strangers or foreigners അതാണ് xenophobia. അതായത് ഫോറിനേഴ്സിനോട് അല്ലെങ്കിൽ നമ്മളോട് നമുക്ക് പരിചയമില്ലാത്ത ആളുകളോട് തോന്നുന്ന ഒരു ഫിയറിനെയാണ് xenophobia എന്ന് പറയുന്നത്. ഈ നമ്മള് പരിചയമില്ലാത്തത് എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത് നമ്മളിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പോ ഒരു മറ്റ് റിലീജിയൻ, മറ്റ് സെക്ഷൽ ഓറിയന്റേഷൻ കാണിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ഒരു ഫിയറിനെ നമ്മൾ xenophobia എന്ന് പറയാറുണ്ട്. സോ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത് നിക്ടോഫോബിയ, ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 38. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിൽ സീസണൽ എഫക്റ്റീവ് ഡിസോർഡറിനോട് അസോസിയേറ്റ് ചെയ്യപ്പെട്ടത് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഡിപ്രഷൻ ആയിട്ടാണ് പറയുന്നത്. ദാറ്റ്സ് റിലേറ്റഡ് ടു ചേഞ്ചസ് ഇൻ സീസൺസ് മാറുന്നതിനനുസരിച്ച് ഉണ്ടാവുന്ന, അതിനോട് റിലേറ്റ് ചെയ്തിട്ട് അതിനോട് അസോസിയേറ്റ് ചെയ്തിട്ട് ഉണ്ടാവുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിപ്രഷൻ ആണ് സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ ആയിട്ട് പറയുന്നത്. അത് ബിഗിൻ ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഒരു ഇയറിൽ സെയിം ടൈമിലായിട്ടാണ് കാണാറുള്ളത്. ഇപ്പം ഈ ഒരു സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ ഉള്ള ആളുകള് അവർക്ക് ഫീലിംഗ് ഡിപ്രസ്ഡ് most of the day, nearly every day, losing interest in activities you once enjoyed, having low energy, having problems with sleeping, experiencing changes in appetite or weight, feeling sluggish or agitated, having difficulty concentrating, feeling hopeless, worthlessness, guilty, ഇതെല്ലാം അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. സോ ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷനില് ഇതില് ഓപ്ഷൻ എ എന്ന് പറയുന്നത് ഓവർ സ്ലീപ്പിംഗ് ആൻഡ് ഡിഫിക്കൽട്ടി വേക്കിംഗ് അപ്പ്, അതൊരു ഡിപ്രഷൻ സിംറ്റം ആണ്. സോ അത് സീസണൽ എഫക്റ്റീവ് ഡിസോർഡറിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ളത് ഇതിലുള്ള ഫെറ്റീഗ് ആൻഡ് ക്രേവിംഗ് ഫോർ ഫുഡ്, അതും അപ്പറ്റൈറ്റിൽ ചേഞ്ചസ് ഉണ്ടാവും എന്ന് പറഞ്ഞു, അതും നമുക്ക് സീസണൽ എഫക്റ്റീവ് ഡിസോർഡറിൽ കാണാൻ പറ്റും. അൺസോഷ്യൽ ആൻഡ് ഇനബിലിറ്റി ടു കോപ്പ് അപ്പ് വിത്ത് എവറിഡേ സ്ട്രെസ്, അതും നമുക്ക്
ഈ ഒരു ഡിപ്രസീവ് സിംറ്റം ആണ് സീസണൽ എഫക്റ്റീവ് ഡിസോർഡറിൽ കാണാൻ പറ്റും. എക്സസീവ് ടോക്കിംഗ് ഒരു സീസണൽ എഫക്റ്റീവ് ഡിസോർഡറിന്റെ സിംറ്റം അല്ല. ഓക്കെ, ഒരു തരം ഡിപ്രസീവ് സിംറ്റം അല്ല എക്സസീവ് ടോക്കിംഗ്. സോ അതുകൊണ്ട് തന്നെ സീസണൽ എഫക്റ്റീവ് ഡിസോർഡറിന്റെ സിംറ്റം അല്ലാത്തത് എക്സസീവ് ടോക്കിംഗ്, അതായത് ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ മിൽഗ്രാം സ്റ്റഡീസ് ദ ഡിപെൻഡന്റ് മെഷർ വാസ്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മിൽഗ്രാമിന്റെ സ്റ്റഡിയിൽ ഡിപെൻഡന്റ് മെഷർ, മിൽഗ്രാമിന്റെ എക്സ്പെരിമെന്റിൽ ലെവൽ ഓഫ് ഷോക്ക് ദ പാർട്ടിസിപ്പൻസ് തോട്ട് ദേ വർ അഡ്മിനിസ്ട്രേറ്റ്. അതായത് മിൽഗ്രാമിന്റെ എക്സ്പെരിമെന്റ് നമുക്കറിയാലോ, അതിൽ ലെവൽ ഓഫ് ഷോക്ക് പാർട്ടിസിപ്പന്റിനോട് ഒരു ലെവൽ ഓഫ് ഷോക്ക് ഇങ്ങനെ ലെവൽ കൂട്ടി കൂട്ടി കൊണ്ടുവരാണല്ലോ ചെയ്തത്. അപ്പൊ അതില് ഈ ഒരു ലെവൽ ഓഫ് ഷോക്ക് ആണ് മിൽഗ്രാമിന്റെ എക്സ്പെരിമെന്റിൽ ഡിപെൻഡന്റ് മെഷർ ആയിട്ട് പറയുന്നത്. ഈ മിൽഗ്രാം മാനിപ്പുലേറ്റഡ് എ നമ്പർ ഓഫ് ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് ഇൻക്ലൂഡിംഗ് ദ ലൊക്കേഷൻ ഓഫ് ദ ലേണർ relative to the teacher. The dependent variable he measured was always how far the participants would go in shocking the learners. മിൽഗ്രാം ഈ ഒരു ചേഞ്ചസ് അദ്ദേഹം പല കാര്യങ്ങളിലും ചേഞ്ച് വരുത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നമ്മള് ടീച്ചർ ആണല്ലോ ഇവരോട് പറയുന്നത് ഇത്ര ഷോക്ക് കൊടുക്കുക, അങ്ങനെ ആ രൂപത്തില്. അപ്പൊ അവര് തമ്മിലുള്ള ഒരു ലൊക്കേഷൻ, അവര് അങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം അതെല്ലാം ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട് മിൽഗ്രാം അതിൽ മാനിപ്പുലേഷൻസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇതിൽ മുഴുവനായിട്ടും ചേഞ്ച് കണ്ടിരുന്നത് അല്ലെങ്കിൽ ഡിപെൻഡന്റ് മെഷർ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നത് എത്ര ലെവലിൽ വരെ പാർട്ടിസിപ്പൻസിന് ഈ ഒരു ഷോക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്, ലെവൽ ഓഫ് ഷോക്ക് എത്ര വരെ കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഡിപെൻഡന്റ് മെഷർ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് വരുന്നത് ആൻസർ എ ആണ്, ലെവൽ ഓഫ് ഷോക്ക് സപ്പോസിറ്റ്ലി അഡ്മിനിസ്റ്റേർഡ് എന്നുള്ളതാണ്. ഓക്കെ, നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ദ ഗ്രൂപ്പ്, ഇൻസ്ട്രക്ഷൻസ് ഗിവൺ ബൈ ദ എക്സ്പെരിമെന്റർ, ഇതൊന്നും തന്നെ അല്ല ഡിപെൻഡന്റ് മെഷർ. ഡിപെൻഡന്റ് മെഷർ എന്ന് പറയുന്നത് ലെവൽ ഓഫ് ഷോക്ക് സപ്പോസിറ്റ്ലി അഡ്മിനിസ്റ്റേർഡ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, the 6 universal emotions specified that inherited facial patterns of expressions are, 6 യൂണിവേഴ്സൽ ഇമോഷൻസ് ഇതിൽ തന്നിട്ടുള്ളതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. യൂണിവേഴ്സൽ ഇമോഷൻസ് ഏക്മാൻ ആൻഡ് ഫ്രീസൺ ആണ് ഈ ഒരു യൂണിവേഴ്സൽ ഫേഷ്യൽ ഇമോഷണൽ എക്സ്പ്രഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോൾ ഏക്മാൻ ആണ് 6 ബേസിക് ഇമോഷൻസ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലെന്ന് പറഞ്ഞാല് happiness, sadness, disgust, fear, surprise and anger. അങ്ങനെയാണ് ഹാപ്പിനെസ്, സാഡ്നെസ്. നമുക്ക് ജസ്റ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഓർത്തു വെക്കുക. ഹാപ്പിനെസ് ഉണ്ട്, സാഡ്നെസ് ഉണ്ട്, പിന്നെ ഫിയർ ഉണ്ട്, ആങ്കർ ഉണ്ട്, പിന്നെ ഉള്ളത് ഒന്ന് സർപ്രൈസ് ആൻഡ് ദെൻ ഡിസ്ഗസ്റ്റ്. അതാണ് 6 യൂണിവേഴ്സൽ ഇമോഷൻസ്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ആൻസർ ബി ആണ്, ഹാപ്പിനെസ്, sadness, anger, surprise, disgust and fear. അടുത്ത question 41. According to Kohlberg, in order to reason at the post conventional level, people must. കോൾബർഗിന്റെ തിയറിയിൽ പ്രീ കൺവെൻഷണൽ ലെവൽ ഉണ്ട്, പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ ഉണ്ട്, കൺവെൻഷണൽ ലെവൽ ഉണ്ട്. സോ in order to reason at the post conventional level, people must. കോൾബർഗിന്റെ theory, according to that theory, in order to reason at a high moral level, people must be able to take another person's perspective. Okay, Kohlberg's theory included 3 levels. നേരത്തെ പറഞ്ഞ പോലെ പ്രീ കൺവെൻഷണൽ ലെവൽ, കൺവെൻഷണൽ ലെവൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ ലെവൽ. ഇതില് പോസ്റ്റ് കൺവെൻഷണൽ ലെവലിന്റെ ഒരു മേജർ ഇമ്പോർട്ടൻസ് എന്താന്ന് വെച്ചാൽ എബിലിറ്റി ടു സീ തിങ്സ് ഫ്രം മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്. പോസ്റ്റ് കൺവെൻഷണൽ ലെവലിൽ എത്തുന്ന സമയത്താണ് കാര്യങ്ങളെ മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ശ്രമിക്കുന്നത്. അതുകൊണ്ട് തന്നെ although we think of generosity as a good thing, it's conceivable that someone in the post conventional stage would decide that generosity, at least in some situation, would be avoided. Kohlberg's theory is not linked to any religious beliefs. One could come to post-conventional morality in a number of ways. One does not have to have learned one's moral beliefs from good role models. So, ഈ ഒരു പോസ്റ്റ് കൺവെൻഷണൽ ലെവലിൽ എത്തുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളെയും ഒരു മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവിൽ മനസ്സിലാക്കാനുള്ള ഒരു എബിലിറ്റി പോസ്റ്റ് കൺവെൻഷണൽ ലെവലിൽ എത്തുന്ന സമയത്ത് ഒരു ഇൻഡിവിജ്വലിന് ലഭിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ
ഇതില് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് അക്കോർഡിംഗ് ടു കോൾബർഗ്, in order to reason at the post-conventional level, people must be generous എന്നുള്ളതല്ല, be able to take another person's perspective. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. another person's perspective, മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് പോസ്റ്റ് കൺവെൻഷണൽ ലെവലിൽ എത്തുന്ന സമയത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് റാൻഡം സാമ്പിളിംഗ്? ഈ തന്നിട്ടുള്ളതിൽ റാൻഡം സാമ്പിളിംഗ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതില് having a computer generate a random list of 100 high school students എന്ന് പറയുന്നത് ഒരു റാൻഡം സാമ്പിളിംഗ് ആണ്. അപ്രോച്ചിങ് എനി 50 സ്റ്റുഡൻസ് ഡ്യൂറിങ് 6th പീരിയഡ് ലഞ്ച്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ 6th പീരിയഡ് ഡ്യൂറിങ് ആ ഒരു സമയത്ത് 50 സ്റ്റുഡൻസിനെ അപ്രോച്ച് ചെയ്യാന്ന് പറയുമ്പോൾ അതിൽ എല്ലാ സ്റ്റുഡൻസിനും ഈക്വൽ പ്രോബബിലിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് റാൻഡം സാമ്പിളിംഗ് അല്ല. Picking out a box to assign each of 3 classes to an experimental condition. അതും തന്നെ ഒരു റാൻഡം സാമ്പിളിംഗ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഓഫ് ദ 3 മെത്തേഡ്സ്, ഈ തന്നിട്ടുള്ള 3 മെത്തേഡ്സിൽ ഓൺലി ഹാവിംഗ് എ കമ്പ്യൂട്ടർ ജനറേറ്റ് റാൻഡം ലിസ്റ്റ് ഓഫ് നെയിം ഈസ് എൻ എക്സാമ്പിൾ ഓഫ് റാൻഡം സാമ്പിളിംഗ്. ഇതിൽ പറഞ്ഞിട്ടുള്ള തേർഡ് എക്സാമ്പിൾ ദാറ്റ് ഇല്ലുസ്ട്രേറ്റ്സ് റാൻഡം അസൈൻമെന്റ്, അത് റാൻഡം സാമ്പിളിംഗ് അല്ല. റാൻഡം അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിൽ നിന്ന് പോപ്പുലേഷനിൽ നിന്ന് പാർട്ടിസിപ്പൻസിനെ ചൂസ് ചെയ്യുന്നതാണ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. റാൻഡം അസൈൻമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെന്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ 2 ഗ്രൂപ്പുകളിലേക്കായിട്ട് അസൈൻ ചെയ്യാം, ഈ പാർട്ടിസിപ്പൻസിനെ അസൈൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ തേർഡ് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ സാമ്പിളിംഗ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പാർട്ടിസിപ്പൻസിന് ഈ കണ്ടീഷൻസിലേക്ക് അസൈൻ ചെയ്യാണ്, റാൻഡം അസൈൻമെന്റ് ആണ് ഈ തേർഡ് ഓപ്ഷൻ ആയിട്ടുള്ളത്. അതായത് പിക്കിംഗ് ഔട്ട് എ ബോക്സ് ടു അസൈൻ ഈച്ച് ഓഫ് 3 ക്ലാസ്സസ് ടു എൻ എക്സ്പെരിമെന്റൽ കണ്ടീഷൻ എന്നുള്ളത് റാൻഡം അസൈൻമെന്റ് ആണ്. പിന്നെയുള്ളത് അപ്രോച്ചിങ് 50 സ്റ്റുഡൻസ് ഡ്യൂറിങ് എ ലഞ്ച് പീരിയഡ്, അത് ഒരു റാൻഡം സാമ്പിളിംഗ് അല്ല. അത് ഈ നമ്മൾ റാൻഡം എന്ന് പറയുമ്പോൾ ഒരു എല്ലാ പോപ്പുലേഷനിലും നേരത്തെ പറഞ്ഞ പോലെ പോപ്പുലേഷനിലുള്ള എല്ലാവർക്കും ഒരു ഈക്വൽ ചാൻസ് ഓഫ് ബീങ് സെലക്ടഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ 50 സ്റ്റുഡൻസിനെ അപ്രോച്ച് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു റാൻഡം സാമ്പിളിംഗ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് കപ്പാസിറ്റീസ് ഡെവലപ്ഡ് ഇൻ ന്യൂ ബോൺ. ഒരു ന്യൂ ബോണിൽ ഡെവലപ്പ് ചെയ്ത കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ആ ഒരു കറക്റ്റ് സീക്വൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് എ ആണ്. ഫസ്റ്റ് സ്മെല്ലാണ്, ദെൻ ടേസ്റ്റ്, ദെൻ ഹിയറിംഗ്, എന്നിട്ട് മാത്രമേ ഒരു ന്യൂ ബോണിൽ വിഷൻ ഡെവലപ്പ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, സോ ന്യൂ ബോൺസ് ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് സ്മെല്ലാണ്. മദറിന്റെ സ്മെല്ലും സ്ട്രേഞ്ചേഴ്സിന്റെ സ്മെല്ലും ആണ് ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം അവര് ടേസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യും, അതിനുശേഷം സൗണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യും, അതിനുശേഷം മാത്രമാണ് അവര് വിഷ്വൽ ഡിഫറൻഷിയേഷൻ നടക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സ്മെല്ലാണ്, ദെൻ ടേസ്റ്റ്, ദെൻ സൗണ്ട്, ദെൻ വിഷ്വൽ. സോ ദ ആൻസർ അവിടെ ഓപ്ഷൻ എ ആണ്, സ്മെല്ല്, ടേസ്റ്റ്, ഹിയറിംഗ്, വിഷൻ. ഈ 44, പാരാലിസിസ് ഓഫ് എൻ ആം ഫോർ വിച്ച് നോ ഓർഗാനിക് പാത്തോളജി ക്യാൻ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇസ് എ ടിപ്പിക്കൽ കേസ് ഓഫ്, അതായത് ഒരു തരത്തിലുള്ള ഓർഗാനിക് പാത്തോളജി ഒന്നും ഫൗണ്ട് ചെയ്യാൻ പറ്റിയില്ല, മെഡിക്കൽ ടെസ്റ്റുകളൊന്നും ചെയ്തിട്ട് യാതൊരു വിധത്തിൽ അങ്ങനെ ഒന്നും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആമിന് ഒരു തരത്തിലുള്ള പാരാലിസിസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിൽ ഏത് ഓപ്ഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കൺവേർഷൻ ഡിസോർഡർ ആണ്. കൺവേർഷൻ ഡിസോർഡർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഡിസോർഡർ ഇൻ വിച്ച് എ പേഴ്സൺ എക്സ്പീരിയൻസ് ബ്ലൈൻഡ്നെസ്, ചില സമയത്തിൽ അത് ബ്ലൈൻഡ്നെസ് ആവാം, ചില സമയത്തിൽ പാരാലിസിസ് ആയിരിക്കാം, അല്ലെങ്കിൽ അതർ സിംറ്റംസ് അഫക്റ്റിംഗ് ദ നെർവസ് സിസ്റ്റം ദാറ്റ് കനോട്ട് ബി എക്സ്പ്ലെയിൻഡ് സോൾലി ബൈ എ ഫിസിക്കൽ ഇൽനെസ് ഓർ ഇഞ്ചുറി. നമുക്ക് ഒരു മെഡിക്കൽ എക്സാമിനേഷനോ കാര്യങ്ങളോ വരുന്ന സമയത്ത് ചെയ്യുന്ന സമയത്ത് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ബ്ലൈൻഡ്നെസ് പോലെയുള്ള പാരാലിസിസ് പോലെയുള്ള മറ്റ് അതർ സിംറ്റംസ് ഒരാളെ എക്സ്പീരിയൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം, അതായത് ഒരു മെഡിക്കലി അല്ലെങ്കിൽ ഒരു മെഡിക്കലി അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറയുന്നതാണ് കൺവേർഷൻ ഡിസോർഡർ എന്ന്. ഓക്കെ, സോ ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, കൺവേർഷൻ ഡിസോർഡർ. ഇനി ദ ടേം ലോക്ക് ആൻഡ് കീ മോഡൽ ഓഫ് ഫങ്ഷനിങ് ഇസ് അസോസിയേറ്റഡ് വിത്ത് ദ ഫങ്ഷനിങ് ഓഫ്
ഈ ഒരു ടേം എന്തിന്റെ ഫംഗ്ഷനിങ്ങിനെയാണ് ഈ ലോക്ക് ആൻഡ് കീ മോഡൽ ഓഫ് ഫംഗ്ഷനിങ് എന്ന് പറയാറുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ മോളിക്യൂൾസിന്റെ ഫംഗ്ഷനിങ്ങിനെയാണ് ലോക്ക് ആൻഡ് കീ മോഡൽ ഓഫ് ഫംഗ്ഷനിങ് എന്ന് പറയാറുള്ളത്. ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ മെസ്സഞ്ചർ ആണ്. അത് ന്യൂറോൺസിൽ നിന്ന് മറ്റൊരു ന്യൂറോൺസിലേക്ക്, ഇൻ ബിറ്റ്വീൻ ന്യൂറോൺസിലേക്ക് അല്ലെങ്കിൽ അതർ സെൽസിലേക്ക്, നെർവ് സെൽസിലേക്ക് ഒരു കെമിക്കൽ മെസ്സഞ്ചർ ആയിട്ട് ഫങ്ഷനിങ് ചെയ്യുന്നതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. സോ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഫങ്ഷനിങ് ആക്ട് ലൈക്ക് എ കീ. ന്യൂറോ ട്രാൻസ്മിറ്റർ അവിടെ ഒരു കീ പോലെയും അതുപോലെ തന്നെ മറ്റൊരു ന്യൂറോണിൽ നമ്മൾ കാണുന്ന ആ ഒരു റിസപ്റ്റർ സൈറ്റ്സ് അവിടെ ലോക്ക് പോലെയുമാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അതായത് വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഒരു ഡെൻഡ്രൈറ്റിൽ ഒരു ആക്സോണിൽ നിന്ന് അതിന്റെ ടെർമിനൽ ബട്ടണിലൂടെ പുറത്തു വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ അടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലെ റിസപ്റ്റർ സൈറ്റിൽ ചെല്ലുന്ന സമയത്ത് അവിടെയുള്ള റിസപ്റ്റർ സൈറ്റിനെ നമുക്കൊരു ലോക്ക് ആയിട്ട് കണ്ടാൽ, ഈ വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിന് ഒരു കീ ആയിട്ട് കണ്ടാൽ അതൊരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം ആയിട്ടാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഇസ് അസറ്റൈൽ കോളിൻ ആണെങ്കിൽ അതിന് മാത്രം സ്പെസിഫിക് ആയിട്ടുള്ള ലോക്ക് ഏത് ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിലാണോ ഉള്ളത് അവിടെ പോയിട്ടായിരിക്കും അത് അറ്റാച്ച് ചെയ്യുന്നത്. ഇപ്പൊ വേറൊരു ഗ്ലൂട്ടാമേറ്റ് ആണ് ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ടുള്ളതെങ്കിൽ അതൊരു കീ പോലെ വർക്ക് ചെയ്യുന്നു. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ലോക്ക് ഉള്ള റിസപ്റ്റർ സൈറ്റ് എവിടെയാണോ അവിടെ പോയിട്ട് ആയിരിക്കും ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ അറ്റാച്ച് ചെയ്യുന്നത്. ഓക്കെ, സോ ലോക്ക് ആൻഡ് കീ. 46. Find out the correct answer from the codes given below. Basic principles of compliance are. ഇതില് ഈ തന്നിട്ടുള്ള ഓപ്ഷനില് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കംപ്ലയൻസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ കറക്റ്റ് ആൻസർ വരുന്നത് ആൻസർ ഡി ആണ്. ആൻസർ ഡി എന്ന് പറയുമ്പോൾ 1 and 2 ഓൺലി. അതായത് 1 എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പ്, കൊഹസീവ്നെസ്, കമ്മിറ്റ്മെന്റ് ആൻഡ് കോർഡിനേഷൻ, സ്കാസിറ്റി, അതോറിറ്റി. ഇതാണ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കംപ്ലയൻസ് ആയിട്ട് പറയുന്നത്. സോ കംപ്ലയൻസ് എന്ന് പറയുന്നത് ഇറ്റ് റെഫേഴ്സ് ടു ചേഞ്ചിങ് വൺസ് ബിഹേവിയർ ഡ്യൂ ടു ദ റിക്വസ്റ്റ് ഓർ ഡയറക്ഷൻ ഓഫ് അനദർ പേഴ്സൺ. ഒരാളുടെ ബിഹേവിയറിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ച് ഉണ്ടാവുകയാണ് മറ്റൊരാളുടെ റിക്വസ്റ്റ് കാരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഡയറക്ഷൻ കാരണമോ ഇയാളുടെ ബിഹേവിയറിൽ ചേഞ്ച് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കംപ്ലയൻസ് എന്ന് പറയുന്നുണ്ട്. ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് കംപ്ലയൻസ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ടും 6 എണ്ണമാണ്. ഫ്രണ്ട്ഷിപ്പ്, കൊഹസീവ്നെസ്, കമ്മിറ്റ്മെന്റ്, കോർഡിനേഷൻ, സ്കാസിറ്റി, അതോറിറ്റി. ഇത് കംപ്ലയൻസിന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ്, കമ്മിറ്റ്മെന്റ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ ഷീ സീംസ് ജെന്യുയിൻ ആൻഡ് നൈസ്. അതായത് ആ ഒരു റിക്വസ്റ്റ് എന്നോട് പറഞ്ഞ ആള് ഷീ സീംസ് ജെന്യുയിൻ, എനിക്ക് അയാളെ ഇഷ്ടമാണ്, അയാൾ എന്റെ ഫ്രണ്ട് ആണെന്നുള്ള രൂപത്തിൽ. പിന്നെ കമ്മിറ്റ്മെന്റ്, ഐ ആം കമ്മിറ്റഡ് ടു ദ കോസ് എന്നുള്ളത്. ദെൻ സ്കാസിറ്റി, ഇനി ഒറ്റൊന്ന് മാത്രമേ ബാക്കിയുള്ളൂ അല്ലെങ്കിൽ ഓൺലി 1 ലെഫ്റ്റ്, അതുകൊണ്ട് നമ്മൾ എന്തായാലും ഇത് ചെയ്യണം. അങ്ങനെ റെസിപ്രോസിറ്റി എന്ന് പറഞ്ഞാല് ഷീ ഹെൽപ് മീ സോ ഐ ഷുഡ് റിട്ടേൺ ഫേവർ. അവരെന്നോട് ഇത് ചെയ്തിട്ടുണ്ട് സോ ഞാൻ തിരിച്ചും കൊടുക്കണം. Then consensus, everyone else is doing it. Authority, he seems legitimate എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതില് 1 and 2 ഓൺലി ആണ് കറക്റ്റ് ആയിട്ട് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 47. 2 ലിസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്, ലിസ്റ്റ് 1 ആൻഡ് ലിസ്റ്റ് 2. ലിസ്റ്റ് 1 കോഗ്നിറ്റീവ് തെറപ്പി, അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറപ്പി, ഡയലക്റ്റിക് തെറപ്പി, REBT. ഇതിന് കറക്റ്റ് ആൻസർ വരുന്നത് ആൻസർ സി ആണ്. കോഗ്നിറ്റീവ് തെറപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ ആരോൺ ബെക്ക് ആണ് കോഗ്നിറ്റീവ് തെറപ്പി, ആരോൺ ബെക്ക്. ആൻഡ് അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറപ്പി എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് സ്റ്റീവൻ സി ഹേസ്. ഡയലക്റ്റിക് തെറപ്പി എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് മാർഷ ലിൻഹാൻ. ആൻഡ് നമ്മുടെ REBT നമുക്കറിയാം ആൽബർട്ട് എല്ലിസ് ആണ്. സോ ഡയലക്റ്റിക്കൽ ബിഹേവിയറൽ തെറപ്പി DBT മാർഷ എം ലിൻഹാൻ,
ആൻഡ് സ്റ്റീവൻ സി ഹെയ്സ് ആണ് അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെന്റ് തെറപ്പി. പിന്നെ നമ്മുടെ CBT കോഗ്നിറ്റീവ് ബിഹേവിയറൽ തെറപ്പി ആരോൺ ടി ബെക്കും, REBT എന്ന് പറയുന്നത് ആൽബർട്ട് എല്ലിസ്. Our overall impression of a person influences how we feel and think about their character. This is referred to as നമ്മുടെ overall impression of a person that influences how we feel, think and think about their character. അത് halo effect ആണ്. Halo effect എന്ന് പറഞ്ഞാൽ it's a type of cognitive bias which our overall impression of a person influences how we feel and think about their character. നമ്മുടെ ഒരു ഓവറോൾ ഇംപ്രഷൻ, അയാളെ കുറിച്ചുള്ള ഓവറോൾ ഇംപ്രഷൻ, അവരെ കുറിച്ച് നമ്മൾ എന്താണ് ഫീൽ ചെയ്യുന്നത്, തിങ്ക് ചെയ്യുന്നത്, അത് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ ഹാലോ എഫക്ട്സ് എന്ന് പറയുന്നത്. എസെൻഷ്യലി നമ്മുടെ യുവർ ഓവറോൾ ഇംപ്രഷൻ ഓഫ് എ പേഴ്സൺ, അതായത് ഹീസ് നൈസ് എന്നുള്ളതാണെങ്കിൽ അവര് that impact your evaluation of that person's specific traits. നമുക്ക് ഒരാൾ കണ്ടപ്പോ ഹീസ് നൈസ് എന്നുള്ള ഒരു ഇംപ്രഷൻ ആണ് നമുക്കെങ്കിൽ, എന്നാ അവർക്ക് അവര് നല്ല സ്മാർട്ടും കൂടി ആയിരിക്കും എന്നുള്ള തരത്തിൽ നമ്മൾ ജഡ്ജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഹാലോ എഫക്ട് എന്ന് പറയുന്നത്. സോ ദ ആൻസർ ഇസ് സി, ഹാലോ എഫക്ട്. 49. During which stage most of the creative thinking occurs? ഏറ്റവും കൂടുതൽ ക്രിയേറ്റീവ് തിങ്കിങ് ഇതിൽ നടക്കുന്നത് ഇൻക്യുബേഷൻ പീരിയഡിലാണ്. ഓപ്ഷൻ ബി ആണ്. Next, 50th question. Which psychological perspective focuses on the mental process such as perceiving, remembering, reasoning, deciding, and problem solving? കുറച്ച് ബയോളജിക്കൽ പെർസ്പെക്റ്റീവ്, സൈക്കോ അനാലിറ്റിക്കൽ പെർസ്പെക്റ്റീവ്, കോഗ്നേറ്റീവ് പെർസ്പെക്റ്റീവ്, ഹ്യൂമനിസ്റ്റിക് പെർസ്പെക്റ്റീവ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ പെർസീവിങ്, റിമെമ്പറിങ്, റീസണിങ്, ഡിസൈഡിങ് ആൻഡ് പ്രോബ്ലം സോൾവിങ് ഒക്കെ വരുന്നത് കൊഗ്നിഷൻ ആണ്. സോ ഇതെല്ലാം ഫോക്കസ് ചെയ്തിട്ടുള്ളത് കൊഗ്നിറ്റീവ് പെർസ്പെക്റ്റീവിലാണ്. സോ ദ ആൻസർ കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ്. കോഗ്നിറ്റീവ് പെർസ്പെക്റ്റീവ് ആണ് ആൻസർ വരുന്നത്. So, അടുത്ത question 51. Different people often react differently to the same situations in psychology. It is referred to as different people often react differently to the same situations in psychology. It is referred to as individual differences എന്നുള്ള ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ ബി ആണ്. ഡിഫറെന്റ് പീപ്പിൾ ഓഫൺ റിയാക്ട് ഡിഫറെന്റ്ലി ടു ദ സെയിം സിറ്റുവേഷൻസ്. ദാറ്റ് ഇസ് റെഫേർഡ് ടു ആസ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. നമ്മളെല്ലാം ഡിഫറെന്റ് ആയിട്ടുള്ള കുറെ ആളുകളുണ്ട്. ഡിഫറെന്റ് സെയിം സിറ്റുവേഷനിൽ ഡിഫറെന്റ് ആയിട്ടുള്ള രൂപത്തിൽ നമ്മൾ റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഈ ഓരോരുത്തർക്കും ഇൻഡിവിജ്വൽ ഡിഫറൻസസ് ഉണ്ട് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. This term refers to the psychological characteristics that make people unique. These differences can explain why people react differently to the same situation. Individual differences എന്നുള്ളതാണ് അവിടെ correct answer. An illusion in which a line disappears at an angle behind a solid figure, reappearing at the other side at what seems to be incorrect position is called. ഓപ്ഷൻ കറക്റ്റ് ആൻസർ പോജൻഡ്രോഫ് ഇലൂഷൻ ആണ്. അത് ജൊഹാൻ ക്രിസ്ത്യൻ പോജൻഡ്രോഫ് ആണ്, ഡോർഫാണ് ഈ ഒരു ഇലൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതൊരു ജിയോമെട്രിക്കൽ ഓപ്റ്റിക്കൽ ഇലൂഷൻ ആണ്. ഇത് ഇൻവോൾവ്സ് ദ മിസ്പെർസെപ്ഷൻ ഓഫ് ദ പൊസിഷൻ ഓഫ് one segment of a transverse line that has been interrupted by the contour of an intervening structure. ഒരു ഇങ്ങനെ പോകുന്ന ഒരു ലൈൻ അത് വേറൊരു ഇന്റർവീനിങ് സ്ട്രക്ചർ ആയിട്ട് അത് ഇന്ററപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് തിരിച്ച് വരുന്ന അതിന്റെ ആ ഒരു സ്ട്രക്ചറിന്റെ ശേഷം വരുന്ന ലൈനിൽ ഒരു മിസ്പെർസെപ്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നതിനെയാണ് ഈ ഒരു പോജൻഡ്രോഫ് ഇലൂഷൻ എന്ന് പറയുന്നത്.
Okay, a line disappears at an angle behind a solid figure, reappearing at the other side at what seems to be the incorrect position is called Poggendorf illusion. Okay. 53, the term dash is commonly used to refer to unintentional remarks that are assumed to reveal hidden impulses. ഈ ഒരു ടേം, അതായത് നമ്മൾ അൺഇന്റൻഷനലി നമ്മൾ ചില നമ്മുടെ ഹിഡൻ ഇമ്പൾസസ് ഒക്കെ റിവീൽ ചെയ്തു പോകുന്ന ആ ഒരു, അത് അറിയാണ്ട് പറഞ്ഞു പോകുന്നതിന് നമ്മൾ പറയാറുള്ളത് ഓപ്ഷൻ ബി ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്നുള്ളതാണ്. ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയുമ്പോൾ ദിസ് ഇസ് എ സ്പെസിഫിക് ടൈപ്പ് ഓഫ് സ്ലിപ്പ് ഓഫ് ദ ടങ് ദാറ്റ് ഇസ് നെയിംഡ് ആഫ്റ്റർ സിഗ്മണ്ട് ഫ്രോയിഡ്. It refers to an unintentional remark that is believed to reveal unconscious thoughts, feelings or desires. നമ്മൾ unintentionally നമ്മുടെ ഒരു ഹിഡൻ ആയിട്ടുള്ള തോട്ട്, ഫീലിങ്സ് ഒക്കെ പറഞ്ഞു പോകുന്ന ഇതിനെയാണ് നമ്മൾ ഫ്രോയിഡിയൻ സ്ലിപ്പ് എന്ന് പറയുന്നത്. 54, the sleep disorder that causes recurring irresistible attacks of drowsiness and may fall asleep at any time while writing a letter, driving a car or carrying a conversation. ഇതൊരു സ്ലീപ്പ് ഡിസോർഡർ ആണ്. ഒരു വളരെ നോർമൽ ആയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് പെട്ടെന്ന് അങ്ങൊരു സ്ലീപ്പ് അറ്റാക്ക്, ഇറസിസ്റ്റബിൾ അറ്റാക്സ് ഓഫ് ഡ്രൗസിനെസ് ഉണ്ടാവുക, എന്നിട്ട് സ്ലീപ്പ് കുറച്ച് സമയത്തേക്ക് ഉറങ്ങി പോവുക എന്നുള്ളത്. അത് കറക്റ്റ് ആൻസർ വരുന്നത് നാർക്കോലെപ്സി ആണ്. നാർക്കോലെപ്സി ആണ് കറക്റ്റ് ആൻസർ. ഈ സ്ലീപ്പ് അപ്നിയ എന്ന് പറയുമ്പോൾ ഒരു ബ്രീത്തിങ് പ്രോബ്ലംസ്, സ്ലീപ്പിന്റെ സമയത്ത് ഒരു ബ്രീത്ത് കറക്റ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് സ്ലീപ്പ് അപ്നിയ. നാർക്കോലെപ്സി എന്ന് പറഞ്ഞാല് എക്സസീവ് ഡേ ടൈം സ്ലീപ്പിനെസ് ആണ്. ആൻഡ് സഡൻ സ്ലീപ്പ് അറ്റാക്സ് ഉണ്ടാവലും നാർക്കോലെപ്സിയിലാണ്. കാറ്റപ്ലെക്സി, നാർക്കോലെപ്സിയുടെ ഒരു സിംറ്റം ആയിട്ട് നമ്മൾ കാറ്റപ്ലെക്സിനെ പറയാറുണ്ട്. പിന്നെ ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടി ഫോളിങ് അസ്ലീപ്പ്, ഉറക്കം കിട്ടാതിരിക്കുക എന്നുള്ളതാണ് ഇൻസോംനിയ. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, നാർക്കോലെപ്സി ആണ്. The gradual weakening of a condition response by repeated stimulation without reinforcement. അതായത് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കാതെ കുറച്ച് സമയം കഴിയുമ്പോൾ ആ ഒരു കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിൽ ഒരു വീക്കനിങ് സംഭവിക്കുന്നതിന് നമ്മൾ പറയുന്നത് എക്സ്റ്റിങ്ഷൻ എന്നാണ്. ആൻസർ എ എക്സ്റ്റിങ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. അങ്ങനെ ഒരു ഗ്രാജുവൽ വീക്കനിങ് ഉണ്ടാവുന്നതിന് എക്സ്റ്റിങ്ഷൻ എന്നാണ് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സീക്വൻസ്, ഇതിൽ ഏത് സീക്വൻസ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന്റെ കറക്റ്റ് ആൻസർ സി ആണ്. ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ നമ്മൾ പറയുന്നതാണ്. ഫസ്റ്റ് അക്വസിഷൻ ആണ് സംഭവിക്കുന്നത്, എന്നിട്ട് അവിടെ ഒരു കറക്റ്റ് റീഇൻഫോഴ്സ്മെന്റ്, കറക്റ്റ് ഒരു റെസ്പോൺസിന് റീഇൻഫോഴ്സ്മെന്റ് കൊടുത്താണ് അക്വസിഷൻ സംഭവിക്കുന്നത്. പിന്നീട് ആ റീഇൻഫോഴ്സ്മെന്റ് ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊരു ഗ്രാജുവൽ ആ റെസ്പോൺസിൽ ഒരു വീക്കനിങ് സംഭവിച്ചിട്ട് എക്സ്റ്റിങ്ഷൻ സംഭവിക്കും. പിന്നെ എക്സ്റ്റിങ്ഷൻ ആയി കുറച്ച് കഴിയുമ്പോൾ വീണ്ടും സ്പോണ്ടേനിയസ് റിക്കവറി ഉണ്ടാവും എന്നുള്ളതാണ്. ഇത് ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിലാണ് നമ്മൾ പറയുന്നത്. According to which theory a stimulus leads to bodily arousal first, which then interpreted as an emotion. Theory of emotion first bodily arousal, then അത് ഇമോഷൻ ആയിട്ട് ഇന്റർപ്രറ്റ് ചെയ്യുന്നത് ജെയിംസ് ലാൻസ് തിയറിയിലാണ്. ജെയിംസ് ലാൻസ് തിയറിയിൽ ഫസ്റ്റ് ഇമോഷൻ, ഫസ്റ്റ് ഫിസിക്കൽ അറൗസൽ, ബോഡിലി അറൗസൽ, then ഇമോഷൻ. കാനൻബർഡ് തിയറിയിൽ എത്തുന്ന സമയത്ത് ഈ ഒരു ഫിസിയോളജിക്കൽ അറൗസലും ഇമോഷണൽ എക്സ്പീരിയൻസും സൈമൾട്ടേനിയസ്ലി ആണ് നടക്കുന്നത്. ജെയിംസ് ലാൻസിൽ ഫസ്റ്റ് ബോഡിലി ഫിസിയോളജിക്കൽ അറൗസൽ, ദെൻ ഇമോഷൻ. കാനൻബാർഡിൽ എത്തുന്ന സമയത്ത് ഫിസിയോളജിക്കൽ അറൗസലും ഇമോഷണൽ എക്സ്പീരിയൻസും സൈമൾട്ടേനിയസ്ലി ഒരുമിച്ചാണ് നടക്കുന്നത്. 58 ഡാഷ് refers to the ability to reason and think flexibly, and dash refers to the accumulation of knowledge, facts and skills that are acquired throughout life. ഇതില് കറക്റ്റ് ആൻസർ വരുന്നത് ഡി ആണ്. ഫ്ലൂയിഡ് ഇന്റലിജൻസ് refers to the ability to reason and think flexibly, and crystallized intelligence refers to the accumulation of knowledge, facts and skills that are acquired throughout life. നമ്മൾ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് വഴി നമ്മൾ ലേൺ ചെയ്തെടുക്കുന്ന, അക്വയർ ചെയ്തെടുക്കുന്ന നോളജ്, ഫാക്ട്സ്, സ്കിൽസിനൊക്കെയാണ് നമ്മൾ ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു എബിലിറ്റി ടു റീസൺ ആൻഡ് തിങ്ക് ഫ്ലെക്സിബിളി എന്നുള്ളതൊക്കെ നമുക്ക് അങ്ങനെ അക്വയർ ചെയ്തെടുക്കുന്ന കാര്യങ്ങളല്ല, അതിനെയാണ് ഫ്ലൂയിഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്.
Fluid intelligence, this refers to the ability to reason and think flexibly. It involves solving novel problems, identifying patterns, and adapting new situations. Fluid intelligence is often considered to decline with age. അത് ഏജ് കൂടുന്നതിനനുസരിച്ച് കുറഞ്ഞു വരുന്നതായിട്ട് നമ്മൾ പറയാറുണ്ട്. ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ this refers to the accumulation of knowledge, facts and skills that are acquired throughout life. നമ്മൾ ലൈഫ് ഓരോ വർഷങ്ങൾ കഴിയും തോറും നമ്മൾ ലേൺ ചെയ്തെടുക്കുന്ന സ്കിൽസ്, നോളജ്, ഫാക്ട്സ്, അതിനൊക്കെയാണ് ക്രിസ്റ്റലൈസ്ഡ് ഇന്റലിജൻസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് മെഷേർഡ് ബൈ നിയോ പേഴ്സണാലിറ്റി ഇൻവെന്ററി മെഷർ ചെയ്യാത്തത് ഏതാണെന്നാണ്. നിയോ പേഴ്സണാലിറ്റി ഇൻവെന്ററി എന്ന് പറയുന്നത് ബേസ്ഡ് ഓൺ ദ 5-factor മോഡൽ. ഇതിൽ ഓപ്പൺനെസ്, ഒരു ഓഷ്യൻ എന്നുള്ള രൂപത്തിൽ നമ്മൾ പറയാറുണ്ടല്ലോ. ഓപ്പൺനെസ് ടു എക്സ്പീരിയൻസ്, കോൺഷ്യന്റൈസ്നെസ്, എക്സ്ട്രവേർഷൻ, അഗ്രിയബിൾനെസ്, ന്യൂറോട്ടിസിസം. അപ്പോൾ ഇതല്ലാതെ ഈ ഒരു ഓപ്ഷൻസിലായിട്ടുള്ളത് സൈക്കോട്ടിസിസം ആണ്. ബാക്കിയെല്ലാം നിയോ മെഷർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഓപ്പൺനെസ് ആയാലും എക്സ്ട്രാവേർഷൻ ആയാലും അഗ്രിയബിൾനെസ് ആയാലും സൈക്കോട്ടിസിസം നിയോ മെഷർ ചെയ്യില്ല. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 60th question, who developed anthropometric tests of intelligence? ഈ തന്നിട്ടുള്ളതിൽ anthropometric tests of intelligence കൊണ്ടുവന്നിട്ടുള്ളത് ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് കറക്റ്റ് ആൻസർ വരുന്നത് സി ആണ്, ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ്. ഫ്രാൻസിസ് ഗാൾട്ടൺ ആണ് ഫസ്റ്റ് ഒരു ഫസ്റ്റ് ഇന്റലിജൻസ് ടെസ്റ്റ് ആയിട്ട് നമ്മൾ ഒരു ആന്ത്രപ്പോമെട്രിക് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് കൊണ്ടുവരുന്നത് ഗാൾട്ടൺ ആണ്. ഹി ബിലീവ്ഡ് ദാറ്റ് ഇന്റലിജൻസ് വാസ് ലിങ്ക്ഡ് ടു ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് സെൻസറി എബിലിറ്റീസ്. അദ്ദേഹം ബിലീവ് ചെയ്തത് ഇന്റലിജൻസ് ലിങ്ക് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനോടും നമ്മുടെ സെൻസറി എബിലിറ്റീസിനോടൊക്കെയാണ്. അതുകൊണ്ടാണ് ഇതിനൊരു ആന്ത്രപ്പോമെട്രിക് ടെസ്റ്റ് ഓഫ് ഇന്റലിജൻസ് ആയിട്ട് പറഞ്ഞത്. അതാണ് ഫസ്റ്റ് ആയിട്ട് ഫ്രാൻസിസ് ഗാൾട്ടൺ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. സോ ദ ആൻസർ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 61, ഡിറ്റീരിയറേഷൻ കോഷ്യന്റ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ഇൻ. ഡിറ്റീരിയറേഷൻ കോഷ്യന്റ് DQ അത് ഫസ്റ്റ് യൂസ് ചെയ്തിട്ടുള്ളത് ആൻസർ ഡി ആണ്. ഡിറ്റീരിയറേഷൻ കോഷ്യന്റ് ഇസ് എ കൺസെപ്റ്റ് അസോസിയേറ്റഡ് വിത്ത് വെഷ്ലർ അഡൾട്ട് ഇന്റലിജൻസ് സ്കെയിൽ ഡെവലപ്ഡ് ബൈ ഡേവിഡ് വെഷ്ലർ. നമ്മുടെ ഡേവിഡ് വെഷ്ലർ കൊണ്ടുവന്നിട്ടുള്ള ബേസിലാണ് ഡിറ്റീരിയറേഷൻ കോഷ്യന്റിനെ കുറിച്ചിട്ട് പറയുന്നത്. Okay, Bayes compares scores on different subtests to assess potential cognitive decline. കുറച്ച് സബ് ടെസ്റ്റുകളൊക്കെ ഉണ്ട് നമ്മുടെ ബേസിലാണ് DQ പറയുന്നത്, ഡിറ്റീരിയറേഷൻ കോഷ്യന്റ് പറയുന്നത്. ഓക്കെ, ഇനി 62 question, in which type of test the participant is allowed sufficient time for answering all items of the test. ഒരു ടെസ്റ്റിൽ, ഏത് ടെസ്റ്റിലാണ് ഇഷ്ടമുള്ള അത്ര സമയം എടുക്കാൻ ഒരു പാർട്ടിസിപ്പന്റിന് അലോ ചെയ്യുന്നത്? അപ്പൊ സ്പീഡ് ടെസ്റ്റിൽ ഒരിക്കലും അങ്ങനെ ഇഷ്ടമുള്ള അത്ര സമയം എടുക്കാൻ പറ്റില്ല. പക്ഷെ പവർ ടെസ്റ്റിൽ പക്ഷെ സ്പീഡ് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻ ഒക്കെ ഈസി ആയിരിക്കും, പക്ഷെ പെട്ടെന്ന് ഒരു ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. എന്നാൽ പവർ ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറച്ചുകൂടി ടഫ് ആയിരിക്കും, പക്ഷെ ഇഷ്ടമുള്ള സമയം എടുക്കാൻ പറ്റുമായിരിക്കും. സോ ആൻസർ സി ആണ്, power test. This test is emphasize the depth and complexity of the participants' knowledge or ability. They typically do allow sufficient time for participants to answer all items thoughtfully. Adana power test. So answer C ആണ് power test. The idea that different psychological characteristics are represented in the brain and that highly developed abilities or deficits show up in skull distortions is known as. The idea that different psychological characteristics are represented in the brain and that highly developed abilities or deficits show up in skull distortions is known as. Answer A, phrenology. Phrenology ആണ്. Phrenology എന്ന് പറയുമ്പോൾ ഇതൊരു സ്യൂഡോ സയൻസ് ആയിട്ടാണ് പറയുന്നത്. That believed bumps and depressions, നമ്മുടെ സ്കള്ളിലുള്ള ബംസും ഡിപ്രഷൻസും കറസ്പോണ്ടഡ് ടു സ്പെസിഫിക് മെന്റൽ ഫാക്കൽറ്റീസ് ആൻഡ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ്. നമ്മുടെ പല പേഴ്സണാലിറ്റി ട്രേറ്റ്സിനെയും മെന്റൽ ഫാക്കൽറ്റീസിനോടൊക്കെ സ്പെസിഫിക് ആയിട്ടുള്ള ബമ്പുകളും ഡിപ്രഷൻസും നമുക്ക് നമ്മുടെ സ്കള്ളിൽ കാണാൻ പറ്റും. എന്നിട്ട് അത് വെച്ചിട്ട് അതിന്റെ സ്കള്ളിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്ത് നമ്മുടെ ക്യാരക്ടറിനെയും നമ്മുടെ എബിലിറ്റീസിനെയും മനസ്സിലാക്കാൻ ഫ്രെനോളജി ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഫ്രെനോളജി ആണ്.
64, according to Karen Horney, how many neurotic needs are there? Karen Horney അദ്ദേഹത്തിന്റെ അവരുടെ തിയറി പ്രകാരം എത്ര ന്യൂറോട്ടിക് നീഡ്സ് ആണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അക്കോർഡിംഗ് ടു കാരൻ ഹോണി ദർ ആർ 10 ന്യൂറോട്ടിക് നീഡ്സ്. 10 ന്യൂറോട്ടിക് നീഡ്സ് ആണുള്ളത്. കറക്റ്റ് ആൻസർ എ. 10 ന്യൂറോട്ടിക് നീഡ്സ് ആണുള്ളത്. Name 65 question. Name of a device for controlling illumination and duration of stimuli. നമ്മൾ റിസർച്ച് ലാബിലൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇലുമിനേഷനെ കൺട്രോൾ ചെയ്യാനും സ്റ്റിമുലസിന്റെ ഡ്യൂറേഷനെ കൺട്രോൾ ചെയ്യാനും ഇലുമിനേഷനെ കൺട്രോൾ ചെയ്യാനും യൂസ് ചെയ്യുന്ന ഡിവൈസ് എന്ന് പറയുന്നത് ടക്കിസ്റ്റോസ്കോപ്പ് ആണ്. നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാകും ലാബിലൊക്കെ. ടക്കിസ്റ്റോസ്കോപ്പ് ആണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ടക്കിസ്റ്റോസ്കോപ്പ് ആണ്. വാട്ട് ഈസ് ദ പ്ലാസിബോ എഫക്ട്? 66 ക്വസ്റ്റ്യൻ. എന്താണ് പ്ലാസിബോ എഫക്ട്? ഇത് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ റിസർച്ചിൽ നമ്മൾ കൊടുക്കുന്ന മെഡിക്കേഷൻ എന്താണോ അല്ലെങ്കിൽ എന്താണോ നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഇന്റർവെൻഷൻ അല്ലെങ്കിൽ എന്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു മെഡിസിൻ ആണ് കൊടുക്കുന്നത്, ഒരു ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നതെങ്കിൽ അത് ഒരു ഗ്രൂപ്പിന് ആക്റ്റീവ് ആയിട്ടുള്ള ആ ഒരു മെഡിസിൻ കൊടുക്കുന്നു, മറ്റേ ഗ്രൂപ്പിന് ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് പ്ലാസിബോ എഫക്ട്സ് എന്ന് പറയുന്നത്. സോ ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് an inactive substance or fake treatment produces a response in the patient. പക്ഷെ പേഷ്യന്റിന് അറിയില്ല തനിക്ക് കിട്ടിയിട്ടുള്ളത് ഫേക്ക് ട്രീറ്റ്മെന്റ് ആണ് അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ളത് ഒരു ഇനാക്റ്റീവ് സബ്സ്റ്റൻസ് ആണെന്ന് അറിയാതെ, പക്ഷെ അവരിൽ സ്റ്റിൽ ഒരു നല്ല ബെനിഫിറ്റ് കാണാൻ പറ്റുക അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് റെസ്പോൺസ് കാണാൻ പറ്റുന്നതിനെയാണ് പ്ലാസിബോ എഫക്ട്സ് എന്ന് പറയുന്നത്. Okay. Placebo effect. This phenomenon occurs when a person experiences a benefit from a treatment that has no inherent therapeutic properties. Okay. It is often attributed to the power of belief and expectation. അതാണ് ഇത് വളരെ എത്തിക്കലി അധികം ശരിയായിട്ടുള്ള കാര്യമല്ല. ഇതിനെ പറയുന്ന പേര് പ്ലാസിബോ എഫക്ട്സ് എന്നുള്ളതാണ്. ആൻസർ ബി ആണ്. According to Belmont report, which basic ethical principle indicates that researchers should do no harm? ഒരു ക്ലിനിക്കൽ എത്തിക്കൽ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഒരു റിസർച്ച് മെയിൻലി ക്ലിനിക്കൽ സെറ്റിംഗ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഡു നോ ഹാം എന്നുള്ളത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ബെനഫിസൻസ് ആണ്. ബെനഫിസൻസ് എന്ന് പറയുമ്പോൾ ഹാം ഒരിക്കലും വരുത്താൻ പാടില്ല. ഏതൊരു തരത്തിലുള്ള ഹാമും നമ്മുടെ മുമ്പിൽ വരുന്ന ക്ലയന്റിന് ഉണ്ടാവാൻ പാടില്ല. അവർക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. ബെനഫിസൻസ് എന്ന് പറയുമ്പോൾ ദിസ് പ്രിൻസിപ്പിൾ ഇൻ റിസർച്ച് എത്തിക്സ് എംഫസൈസസ് ദാറ്റ് റിസർച്ചേഴ്സ് ആക്ഷൻ ഷുഡ് മാക്സിമൈസ് ബെനിഫിറ്റ്സ്. മാക്സിമം റിസർച്ചറുടെ ആക്ഷൻസ് ഇവർക്ക് ക്ലയന്റിന് കിട്ടേണ്ട ബെനിഫിറ്റ്സിനെ മാക്സിമൈസ് ചെയ്യുകയും അവർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഹാമിന് മിനിമൈസ് ചെയ്യുകയാണ് വേണ്ടത്. അതിനെയാണ് ബെനഫിസൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ആൻസർ ഇസ് ബെനഫിസൻസ്, ഓപ്ഷൻ ബി. ഇനി 68, which among is the essence of human personality? ബ്രഹ്മൺ, വിരാട്, പുരുഷ, ആത്മാൻ. ഇതില് എസെൻസ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ആത്മാനാണ്. ആത്മാൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അദ്വൈത വേദാന്തയിൽ ആത്മാൻ റെഫേഴ്സ് ടു ദ സെൽഫ് ഓർ ദ ഇന്നർ എസെൻസ് ദാറ്റ് റെസൈഡ്സ് വിത്തിൻ ഓൾ ലിവിങ് ബീയിങ്സ്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുള്ള ഒരു സെൽഫ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇന്നർ എസെൻസിനെയാണ് ആത്മാൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ വരുന്നത് ആത്മാനാണ്. 69, cogito ergo sum. Whose words are this? Cogito ergo sum എന്നുള്ളത് I think therefore I am. അത് ആരാണ് പറഞ്ഞത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ധക്കാർത്തയാണ്, റെനെ ധക്കാർത്തയാണ്. I think therefore I am. അതാണ് നമ്മുടെ ഒരു സൈക്കോളജിയിൽ നമ്മൾ ഫസ്റ്റ് തൊട്ടേ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കൊഗിറ്റോ എർഗോ സം എന്നുള്ളത്. വാട്ട് ഇസ് അഹം എന്നുള്ളതാണ് 70th ക്വസ്റ്റ്യൻ. അഹം എന്ന് പറഞ്ഞാൽ ഈഗോ ആണ്. ഈഗോ ആണ് അഹം എന്ന് പറഞ്ഞാൽ. ഈഗോ ഇസ് ദ പാർട്ട് ഓഫ് ദ പേഴ്സണാലിറ്റി ദാറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ സെൽഫ് അവയർനെസ്, ഐഡന്റിറ്റി ആൻഡ് ഡിഫൻസ് മെക്കാനിസംസ്. അത് ഇറ്റ് ഇസ് അസോസിയേറ്റഡ് വിത്ത് അവർ സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്, പേഴ്സണൽ ഡിസയേഴ്സ് ആൻഡ് ഹൗ വി പ്രൊജക്ട് അവർ സെൽസ് ടു ദ വേൾഡ്. അപ്പൊ ഈഗോനെയാണ് അഹം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
And 71, who is the propounder of homic psychology? Homic psychology യുടെ propounder എന്ന് പറയുന്നത് മക്ഡൊഗൽ ആണ്. ആൻസർ എ ആണ്. മക്ഡൊഗൽ ആണ് ഹോമിക് സൈക്കോളജിയുടെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ പറയുന്നത് they emphasize the purposive nature of behavior and humans are driven by innate instincts and dispositions എന്നുള്ളതാണ്. innate instincts and dispositions എന്നുള്ളതാണ് ഈ ഒരു ഹോമിക് സൈക്കോളജിയിൽ പറയുന്നത്. മെയിൻ ആയിട്ടും ഹോമിക് സൈക്കോളജിയിൽ നോക്കുന്നത് ഹ്യൂമൻസിന്റെ ഇന്നേറ്റ് ഇൻസ്റ്റിങ്സിനെയും ഡിസ്പൊസിഷൻസിനെയൊക്കെയാണ്. അത് വില്യം മക്ഡൊഗൽ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ഹോമിക് സൈക്കോളജി വില്യം മക്ഡൊഗൽ ആണ്. യുങ് പറയുകയാണെങ്കിൽ അനലിറ്റിക്കൽ സൈക്കോളജി, അഡ്ലർ പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ സൈക്കോളജി, കോഹ്ലർ പറയുകയാണെങ്കിൽ ജസ്റ്റാൾട്ട് സൈക്കോളജി. അതൊക്കെ ഒന്ന് മനസ്സിലുണ്ടാവുക. അക്കോർഡിംഗ് ടു ന്യായ philosophy, which among this is means inference? ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് ഇൻഫറൻസ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ന്യായയില് പ്രത്യക്ഷ എന്ന് പറഞ്ഞാൽ നമുക്ക് പെർസെപ്ഷൻ ആണ്. പ്രത്യക്ഷ ഇസ് പെർസെപ്ഷൻ. പ്രത്യക്ഷത്തിൽ ഡയറക്റ്റ് ആയിട്ട് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് പെർസെപ്ഷൻ ആണ്. അനുമാന എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സാൻസ്ക്രിറ്റ് വേർഡ് ഫോർ ഇൻഫറൻസ്. ഓക്കെ, ഇൻഫറൻസിനെയാണ് നമ്മൾ അനുമാന എന്ന് പറയുന്നത്. ഉപമാന എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപമാനിക്കുക എന്നൊക്കെ പറയില്ലേ, കമ്പയർ ചെയ്യുക, കമ്പാരിസൺ എന്നുള്ളതാണ്. ശബ്ദ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വെർബൽ ടെസ്റ്റിമോണിനെയാണ് പറയുന്നത്. സോ ഇവിടെ ആൻസർ വരുന്നത് ഇൻഫറൻസ് എന്നുള്ളത് അനുമാനയാണ്. ഓപ്ഷൻ ബി ആണ്. 73, what extraordinary perception is called? ഈ ഒരു എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷനെ ഇതിൽ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. എക്സ്ട്രാ ഓർഡിനറി ഇതിലിപ്പോ നമ്മൾ പ്രത്യക്ഷ എന്നുള്ളത് നേരത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞു പെർസെപ്ഷനെയാണ് നമ്മൾ പ്രത്യക്ഷ എന്ന് പറയുന്നത്. സോ അതല്ല എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ലൗകിക എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു വേൾഡ്ലി ഓർഡിനറി നമുക്ക് അറിയുന്ന ഒരു ഓർഡിനറി പെർസെപ്ഷനെയാണ് ലൗകിക എന്ന് പറയുന്നത്. അലൗകിക എന്ന് പറഞ്ഞാൽ അതൊരു എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷനെയാണ് നമ്മൾ അലൗകിക എന്ന് പറയുന്നത്. അലൗകിക. സോ ദ ആൻസർ അലൗകിക എന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എക്സ്ട്രാ ഓർഡിനറി പെർസെപ്ഷൻ എന്ന് പറയുമ്പോൾ അലൗകിക. പിന്നെ 74, the set of possible pathways to the solution of a problem considered by the problem solver is known as. അതായത് നമ്മൾ ഇത് നമ്മൾ പ്രോബ്ലംസ് സ്പേസ് അപ്രോച്ച് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പ്രോബ്ലം സ്പേസ് എന്നുള്ളതാണ്. പ്രോബ്ലം സ്പേസ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ എവറി പ്രോബ്ലം ഹാസ്, ഇപ്പൊ ഇതൊരു പ്രോബ്ലം ആണെങ്കിൽ എല്ലാ പ്രോബ്ലത്തിനും ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഉണ്ടാകും, പിന്നെ ഒരു ഫൈനൽ സ്റ്റേജ് ഉണ്ടാകും, പിന്നെ അതിലേക്ക് എത്തിച്ചേരാനുള്ള ഈ ഒരു പാത്ത് ഉണ്ടാവും. ഈ പാത്ത് എന്ന് പറഞ്ഞാൽ കുറെ അധികം ഇന്റർമീഡിയറ്റ് സ്റ്റേജസുകളാണ്. ഓക്കെ, പോസിബിൾ പാത്വേസ് ആണ് ഈ ഒരു സൊല്യൂഷനിലേക്കുള്ള. അപ്പൊ ഇതിന് മൊത്തത്തിൽ ഈ ഒരു മൊത്തത്തിന് നമ്മൾ പറയുന്നതാണ് പ്രോബ്ലം സ്പേസ് എന്ന്. ഇത് അലൻ ന്യൂവലും ഹെർബർട്ട് സൈമണും ആണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ പ്രോബ്ലം സ്പേസ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. 74 പ്രോബ്ലം സ്പേസ്. 75, research is defined as a systematized effort to gain new knowledge. ഇത് ആര് കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇത് റെഡ്മാൻ ആൻഡ് മോറി പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ ആണ്. റെഡ്മാൻ ആൻഡ് മോറി പറഞ്ഞത് they define research as a systematized effort to gain new knowledge. അത് ജസ്റ്റ് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇങ്ങനെ ഒരു ഡെഫിനിഷൻ റിസർച്ചിന് കൊടുത്തിട്ടുണ്ടായിരുന്നത് റെഡ്മാൻ ആൻഡ് മോറി ആണ്. 76, alternative hypothesis is also called. Alternative hypothesis എന്നുള്ളത് ഇതില് alternative hypothesis and null hypothesis ആണ് നമ്മൾ പറയാറുള്ളത്. സോ null hypothesis അല്ല, റിസർച്ച് ഹൈപ്പോത്തസിന്റെ വേറൊരു പേരാണ് alternative hypothesis എന്നുള്ളത്. സോ alternative hypothesisനെ നമ്മൾ റിസർച്ച് ഹൈപ്പോത്തസിസ് എന്നും കൂടി പറയാറുണ്ട്. ഇനി 77, the method of data collection in which the individual becomes part of a group he wants to study. ഒരു റിസർച്ചർ ഒരു ഗ്രൂപ്പിനെ കുറിച്ചിട്ട് പഠിക്കുകയാണ്. അപ്പോ ആ ഒരു ഗ്രൂപ്പിന്റെ പാർട്ടായി നിന്നുകൊണ്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. Participant observation എന്ന് പറയുമ്പോൾ this method is specifically designed for researchers to immerse themselves in the group or setting they are studying. അവർ പഠിക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽ സ്വയം ഇമ്മേഴ്സ് ആയിട്ട് അവർ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസിലും ഒബ്സർവേഷൻസിലും ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്.
കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് ഇൻവോൾവ്സ് ആൻ ഇൻഡെപ്ത് എക്സ്പ്ലോറേഷൻ ഓഫ് എ സിംഗിൾ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഇവന്റ്. അതിന്റെ ഒരു ഇൻഡെപ്ത് ആയിട്ട് ആ ഒരു കാര്യത്തിന്റെ എക്സ്പ്ലോർ ചെയ്യുന്നതിനെയാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുമ്പോൾ ഒരു സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് ഒരു പെർട്ടിക്കുലർ ടോപ്പിക് ഡിസ്കസ് ചെയ്യുന്നതിനെയാണ് ഫോക്കസ് ഗ്രൂപ്പ് ഇന്റർവ്യൂ എന്ന് പറയുന്നത്. ഇവിടെ കറക്റ്റ് ആൻസർ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ്. So 78 components of empathy. എമ്പതിയുടെ കോമ്പണൻസ് എന്ന് പറയുന്നത് empathy involves the ability to understand and share the feelings of another person. എമ്പതിയുടെ കോമ്പണൻസ് ആയിട്ട് പറയുന്നത് perceiving and communicating എന്നുള്ളതാണ്. കാര്യം മനസ്സിലാക്കുക ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. സോ കോമ്പണൻസ് ഓഫ് empathy എന്ന് പറയുന്നത് perceiving and communicating. 79 under ERG theory of motivation, R stands for ERG theory of motivation. R എന്താണെന്നുള്ളതാണ്. ERG theory കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ക്ലെയ്റ്റൺ ആൽഡർഫർ ആണ്. ആൽഡർഫറുടെ ERG theory ആണ്. ആൽഡർഫർ ആണ് ERG theory കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ E എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ് ആണ്, R എന്ന് പറഞ്ഞാൽ റിലേറ്റഡ്നെസ് ആണ്, G എന്ന് പറഞ്ഞാൽ ഗ്രോത്ത് ആണ്. ഇതെല്ലാം പരസ്പരം ഇന്റർ റിലേറ്റഡ് ആണ്. ഇതിൽ റിലേറ്റഡ്നെസ് ആർ എന്ന് പറയുന്നത് നീഡ് ഫോർ കണക്ഷൻ, അഫിലിയേഷൻ, ബിലോങ്ങിങ്നെസ് ഒക്കെയാണ്. സോ ആർ എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് റിലേറ്റഡ്നെസ് ആണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റൻസ്, ആർ എന്ന് പറഞ്ഞാൽ റിലേറ്റഡ്നെസ് ആൻഡ് ജി എന്ന് പറഞ്ഞാൽ ഗ്രോത്ത്. 80th question, ഫ്രീ റെയിൻ ലീഡർഷിപ്പ് ഇസ് ഓൾസോ നോൺ ആസ്. ഇതില് ഫ്രീ റെയിൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഫ്രീ റെയിൻ ലീഡർഷിപ്പ്, ദിസ് ലീഡർഷിപ്പ് സ്റ്റൈൽ എംഫസൈസസ് മിനിമൽ ഗൈഡൻസ് ആൻഡ് കൺട്രോൾ ബൈ ദ ലീഡർ. ലീഡറിന്റെ ഭാഗത്ത് നിന്ന് ഒരു മിനിമൽ ഗൈഡൻസും കൺട്രോളും മാത്രം ഉണ്ടെങ്കിൽ അത്തരം ലീഡർഷിപ്പിനെ ഫ്രീ റെയിൻ ലീഡർഷിപ്പ് എന്നാണ് പറയുന്നത്. സോ ലീഡേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദേ എംപവർ ദെയർ ടീംസ് ടു മേക്ക് ഡിസിഷൻസ് ആൻഡ് ടേക്ക് ഓണർഷിപ്പ് ഓഫ് ദെയർ വർക്ക് വിത്ത് ലിറ്റിൽ ഇന്റർവെൻഷൻ. ലീഡേഴ്സ് ടീമിനെ എംപവർ ചെയ്യിക്കാനും ഡിസിഷൻസ് എടുക്കാനും അതുപോലെ മറ്റു കാര്യങ്ങൾ തീരുമാനിക്കാനും ഒക്കെ. ഓക്കെ, സോ ഫ്രീ റെയിൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ലേസസ് ഫെയർ ലീഡർഷിപ്പിനെ പറയുന്ന പേരാണ്. ലേസസ് ഫെയർ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ ലേസസ് ഫെയർ ലീഡർഷിപ്പ് it best captures the essence of free reign leadership. laissez-faire leadershipലും ഇതുപോലെ തന്നെയാണ്. ലീഡേഴ്സ് അവരുടെ ടീമിനെ എംപവർ ചെയ്യിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് കറക്റ്റ് ആൻസർ. ഫ്രീ laissez-faireന്റെ വേറൊരു പേരാണ് ഫ്രീ റെയിൻ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. രണ്ടിലും നമ്മുടെ ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനെ കൊണ്ട് അവരെ എംപവർ ചെയ്യിപ്പിച്ചിട്ട് അവരെ ഡിസിഷൻസ് ഒക്കെ എടുക്കാൻ അവരെ കൊണ്ട് ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ട് അവരെ കൂടുതൽ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ടൈപ്പ് ഓഫ് ലീഡർഷിപ്പ് ആണ് laissez-faire ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. 81 കൊമോബിഡിറ്റി ഒക്കേഴ്സ് വെൻ. എപ്പോഴാണ് കൊമോബിഡിറ്റി ഒക്കർ ചെയ്യുന്നത്? കൊമോബിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ മെഡിക്കൽ ടേം ദാറ്റ് റെഫേഴ്സ് ടു ദ പ്രസൻസ് ഓഫ് 2 or more co-existing medical conditions in a patient. ഒരു പേഷ്യന്റ് വരികയാണെങ്കിൽ ആ പേഷ്യന്റിന്റെ ഒരു അസുഖത്തിന്റെ കൂടെ ഒന്നോ രണ്ടോ വേറെ അസുഖങ്ങളും കൂടി കോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് കൊമോബിഡിറ്റി എന്ന് പറയുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. എ പേഴ്സൺ സഫേഴ്സ് ഫ്രം മോർ ദാൻ വൺ ഡിസോർഡർ അറ്റ് ദ സെയിം ടൈം, അതാണ് കൊമോബിഡിറ്റി. ഇനി 82 ദ കോഗ്നിറ്റീവ് ബിഹേവിയറൽ അപ്രോച്ച് ടു തെറാപ്പി സ്ട്രെസ്സസ്. കോഗ്നിറ്റീവ് ബിഹേവിയറൽ അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മുടെ ആരോൺ ബെക്ക് പറഞ്ഞിട്ടുള്ള തെറപ്പി. അത് ഇതിൽ ഏത് ഓപ്ഷൻ ആണെന്നാണ്? ഓപ്ഷൻ സി ആണ്. കോഗ്നിറ്റീവ് തെറപ്പി എന്ന് പറയുന്നത് ഇസ് എ ഫോം ഓഫ് സൈക്കോതെറപ്പി ദാറ്റ് ഫോക്കസസ് ഓൺ ഹൗ എ പേഴ്സൺസ് തോട്ട്സ് ലീഡ്സ് ടു ഫീലിംഗ്സ് ഓഫ് ഡിസ്ട്രെസ്. ഈ കോഗ്നിറ്റീവ് തെറപ്പിയുടെ ഐഡിയ എന്ന് പറയുന്നത് is how you think determines how you feel and act, and cognitive therapists help their clients to change dysfunctional thoughts in order to relieve distress. And cognitive behavioral approach to therapy stresses thinking, judging, analyzing. ഇതിനൊക്കെയാണ് cognitive behavioral approach സ്ട്രെസ് ചെയ്യുന്നത്. So thinking, judging, analyzing and doing. ഓപ്ഷൻ സി ആണ് cognitive behavioral therapyയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. തിങ്കിങ്, ജഡ്ജിങ്, അനലൈസിങ് ആൻഡ് ഡൂയിങ്. ഓപ്ഷൻ സി ആണ്.
83 എന്ന് പറയുന്നത് which of the following hypothesis or hypothesis are നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് ആയിട്ടുള്ളത് ഇതിൽ ഏതൊക്കെയാണെന്നാണ് ആൻസർ ഡി ആണ്. നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് അൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് യൂസ്ഡ് ഇൻ statistical significance testing. A test of non-directional hypothesis does not state the direction or difference. Directional hypothesis നമ്മൾ നോക്കുന്ന സമയത്ത് അതിൽ നെഗറ്റീവ്ലി റിലേറ്റഡ് ആണോ പോസിറ്റീവ്ലി റിലേറ്റഡ് ആണോ എങ്ങോട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് പറയും. എന്നാൽ നോൺ ഡയറക്ഷനിൽ ജസ്റ്റ് അവർ തമ്മിലൊരു ബന്ധം ഉണ്ടെന്ന് മാത്രം പറയുകയാണെങ്കിൽ അത് എങ്ങോട്ടാണ്, പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നൊന്നും പറയില്ല. ജസ്റ്റ് ഒരു അസോസിയേഷൻ ഉണ്ട്, റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് മാത്രം പറയുകയാണെങ്കിൽ അതാണ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. സോ ഇതില് 1 and 4 ആണ് നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് ആയിട്ടുള്ളത്. മെയിൽസ് ആൻഡ് ഫീമെയിൽസ് ഡിഫർ ഓൺ ആങ്സൈറ്റി. ജസ്റ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ എങ്ങനെ ഡിഫറൻസ് ഉണ്ടെന്ന് പറയണില്ല. എങ്ങനെ ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് ആവും. ജസ്റ്റ് ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം പറയുമ്പോൾ നോൺ ഡയറക്ഷണൽ ഹൈപ്പോത്തസിസ് ആണ്. പിന്നെ സ്ട്രെസ് ആൻഡ് വർക്ക് ഔട്ട്പുട്ട് ആർ റിലേറ്റഡ്. അത് രണ്ടും റിലേറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്, എങ്ങനെ റിലേറ്റഡ് ആണെന്ന് പറയണില്ല. മറ്റ് രണ്ട് ഓപ്ഷനിലും എങ്ങോട്ടാണ് അത് മാറ്റം ഉള്ളത് എന്നുള്ളത് പറയുന്നുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്ലി റിലേറ്റഡ് എന്ന് പറയുന്നുണ്ട്, ഇവിടെ ഡിസ്ട്രപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നും പറയുന്നുണ്ട്. സോ അങ്ങനെ ബന്ധം ഏത് ഭാഗത്തിലേക്കാണെന്ന് പറയാത്തത് കൊണ്ട് തന്നെ 1 and 4 ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. സോ കറക്റ്റ് ഓപ്ഷൻ ഇസ് ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 84. എ ടാസ്ക് ഇൻ വിച്ച് ദ പാർട്ടിസിപ്പൻസ് മസ്റ്റ് ഡിസൈഡ് ആസ് ക്വിക്ലി ആസ് പോസിബിൾ വെദർ എ സ്റ്റിമുലസ് ഇസ് എ വേർഡ് ഓർ നോട്ട് എ വേർഡ്. ഇത് ആൻസർ വരുന്നത് ലെക്സിക്കൽ ഡിസിഷൻ ടാസ്ക് ആണ്. ഇതിൽ ഒരു പേഴ്സന്റെ മുമ്പിൽ ഓരോ ട്രയലിലും കുറച്ച് ലെറ്റേഴ്സ് കാണിക്കും. അത് കണ്ടിട്ട് അതൊരു കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ആണോ അല്ലെങ്കിൽ വേർഡ് അല്ലേ എന്നുള്ളത് പറയാ എന്നുള്ളതാണ് ഈ ഒരു ലെക്സിക്കൽ ഡിസിഷൻ ടാസ്കിൽ നടക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള വേർഡ് ആണോ അല്ലേ എന്നുള്ളത്. സോ എ ടാസ്ക് ഇൻ വിച്ച് ദ പാർട്ടിസിപ്പൻസ് മസ്റ്റ് ഡിസൈഡ് ആസ് ക്വിക്ലി ആസ് പോസിബിൾ. ആ തന്നിട്ടുള്ള ലെറ്റേഴ്സ് ഒരു വേർഡ് കറക്റ്റ്ലി സ്പെൽഡ് ആയിട്ടുള്ള ഒരു വേർഡ് ആണോ അല്ലേ എന്നുള്ളത്. ദാറ്റ് ഇസ് ലെക്സിക്കൽ ഡിസിഷൻ ടാസ്ക്. ഓപ്ഷൻ ബി. 85. Which of the following is not true of social impact theory, which states that the influence that others exert on an individual increases with their കറക്റ്റ് ഓപ്ഷൻ ഡി ആണ്, കരീസ്മ എന്നുള്ളതാണ്. ഇതിൽ ഏതൊക്കെ കാര്യങ്ങൾ ട്രൂ അല്ല സോഷ്യൽ ഇമ്പാക്ട് തിയറിയിൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമ്പർ ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ സ്ട്രെങ്ത് ഇമ്പോർട്ടന്റ് ആണ്, ഇമ്മീഡിയസി ഇമ്പോർട്ടന്റ് ആണ്. സോ അക്കോർഡിംഗ് ടു സൈക്കോളജിസ്റ്റ് ബിബ് ലതാനെ സോഷ്യൽ ഇമ്പാക്ട് തിയറി എന്ന് കൊണ്ടുവന്നു. സോഷ്യൽ ഇമ്പാക്ട് തിയറിയിൽ social impact എന്ന് പറയുന്നത് is defined as any influence on an individual's feelings, thoughts or behavior that is created from the real, implied or imagined presence or actions of others. ഒരു ഇൻഡിവിജ്വലിന്റെ ഫീലിങ്സിലോ തോട്ട്സിലോ ബിഹേവിയറിലോ മറ്റൊരാളുടെ പ്രസൻസോ ആക്ഷൻസോ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ ഇമ്പാക്ട് തിയറിയിൽ പറയുന്നത്. സോ ലഥാനെ പറഞ്ഞത് സോഷ്യൽ ഇമ്പാക്ട് തിയറി 3 കീ വേരിയബിൾസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇസ് സ്ട്രെങ്ത് ആൻഡ് ദെൻ ഇമ്മീഡിയസി, ദെൻ നമ്പർ ഓഫ് റിസോഴ്സസ്. ഓക്കെ, ഇത് 3ഉം വളരെ ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട്. സ്ട്രെങ്ത് എന്ന് പറയുമ്പോൾ എത്രത്തോളം സ്ട്രെങ്ത് ആ ഒരു 2 പേഴ്സന്റെ ഇടയിൽ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട്. അത് പല രൂപത്തിലായിരിക്കും, സൈസ് രൂപത്തിലായിരിക്കും, ഇന്റലക്ട് ആയിരിക്കും, വെൽത്ത്, അങ്ങനെ ആ ഒരു എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം മോർ ഇൻഫ്ലുവൻഷ്യൽ ആണ് ദ അതർ പേഴ്സൺ എന്നുള്ളതാണ് സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇമ്മീഡിയസി എന്ന് പറയുമ്പോൾ ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള എത്രത്തോളം ഈവൻസ് ഒരുമിച്ച് പെട്ടെന്ന് പല കാര്യങ്ങളും നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോ സ്ട്രെങ്ത്, ഇമ്മീഡിയസി ആൻഡ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. സോഷ്യൽ ഇമ്പാക്ട് തിയറിയിൽ മേജർ കീ വേരിയബിൾസ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 കാര്യങ്ങളാണ് സോഷ്യൽ ഇമ്പാക്ട് തിയറിയിൽ അക്കോർഡിംഗ് ടു ബിബ് ലതാനെ. നമ്പർ, ഇമ്മീഡിയസി ആൻഡ് സ്ട്രെങ്ത്. കരീസ്മ എന്നുള്ളത് ഇവിടെ ഇല്ല. സോ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. റീഡ് ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അസേർഷൻ എന്ന് പറയുന്നത് ഇൻ പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ചിൽഡ്രൻ അണ്ടർസ്റ്റാൻഡ് മൊറാലിറ്റി ഓൺ ദ ബേസിസ് ഓഫ് സോഷ്യൽ കസ്റ്റംസ് ആൻഡ് വാല്യൂസ്. ആൻഡ് റീസൺ എന്ന് പറയുന്നത് ഇൻ പ്രീ കൺവെൻഷണൽ സ്റ്റേജ് ചിൽഡ്രൻ മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ വെദർ ദേ വിൽ ബി റിവാർഡഡ് ഓർ പണിഷ്ഡ്.
ഇതിന്റെ ആൻസർ 4 ആണ്. എന്ന് വെച്ചാൽ ഇതില് പ്രീ കൺവെൻഷണൽ സ്റ്റേജിൽ സോഷ്യൽ കസ്റ്റംസിനെയും വാല്യൂസിനെയും ബേസ് ചെയ്തിട്ടല്ല മൊറാലിറ്റി ആളുകളിൽ ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ്. സെക്കൻഡ് ഓപ്ഷൻ റീസൺ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. പ്രീ കൺവെൻഷണൽ സ്റ്റേജിൽ കുട്ടികൾ ഡിസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുന്നത് വെദർ ദേ വിൽ ബി, അവർക്ക് റിവാർഡ് കിട്ടുമോ പണിഷ് കിട്ടുമോ എന്നുള്ളതിന്റെ ബേസിലാണ്. സോ ഈ ചൈൽഡ് വിത്ത് പ്രീ കൺവെൻഷണൽ മൊറാലിറ്റി അവര് ഒബീഡിയൻസിനെയും പണിഷ്മെന്റ് ഓറിയന്റേഷനുമാണ് അവർക്കുള്ളത്. അന്ന് വെച്ചാൽ പണിഷ്മെന്റ് കിട്ടുമോ എന്തെങ്കിലും റിവാർഡ് കിട്ടുമോ എന്നുള്ളതിന്റെ ബേസിലാണ് അവരിൽ മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്. സോ ഇത് ഫസ്റ്റ് അസേർഷൻ ഇവിടെ റോങ് ആണ്. അസേർഷൻ പറയുന്നത് സോഷ്യൽ കസ്റ്റംസിന്റെയും വാല്യൂസിന്റെയും ബേസിലാണ് കുട്ടികളിൽ മൊറാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് പിന്നീടുള്ള ലെവലുകളിൽ സംഭവിക്കുന്നതാണ്, പ്രീ കൺവെൻഷണൽ സ്റ്റേജിൽ അല്ല. ഇനി 87, the tendency to agree rather than disagree is called agree rather than. എപ്പോഴും ഒരു ക്വസ്റ്റ്യനെയർ ചെയ്യുന്ന സമയത്ത് എല്ലാ ക്വസ്റ്റ്യനും എഗ്രി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അതിനെയാണ് അക്യൂസൻസ് ബയാസ് എന്ന് പറയുന്നത്. അക്യൂസൻസ് ബയാസിനെയാണ് ഈ ഒരു ടെൻഡൻസി എഗ്രി ചെയ്യാനുള്ള, എഗ്രിമെന്റ് കൊടുക്കാനുള്ള ടെൻഡൻസിനെ അക്യൂസൻസ് ബയാസ് എന്നാണ് പറയുന്നത്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി ആണ്. അക്യൂസൻസ് ബയാസ് ഇസ് ദ tendency to agree rather than disagree. 88, will to power is an important postulate in will to power എന്നുള്ളത് ആൻസർ സി ആണ്. ഇൻഡിവിജ്വൽ സൈക്കോളജിയിലാണ് will to power എന്നുള്ളത്. ഇൻഡിവിജ്വൽ സൈക്കോളജി ആൽഫ്രഡ് അഡ്ലർ ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ will to power എന്നുള്ളത് ഇൻഡിവിജ്വൽ സൈക്കോളജിയുടെ ഒരു ഇമ്പോർട്ടന്റ് പോസ്റ്റുലേറ്റ് ആണ്. ഇൻഡിവിജ്വൽ സൈക്കോളജി will to power എന്നുള്ളത്. ഇനി ഇൻ ഗ്രൂപ്പ് കൗൺസിലിംഗ് ദർ ഇസ് എ ടിപ്പിക്കൽ ഓർഡർ ഓഫ് വേരിയസ് സ്റ്റേജസ്. ഗ്രൂപ്പ് കൗൺസിലിംഗിന്റെ സ്റ്റേജസ്, ഈ വേരിയസ് സ്റ്റേജസ് ഏതൊക്കെയാണെന്നുള്ളതാണ്. അത് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് കോറയാണ്. ഈ ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗിന്റെ, ഈ ഗ്രൂപ്പ് തെറാപ്പിയുടെ ഈ 4 സ്റ്റേജസ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കോറയാണ്. ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ് ആൻഡ് പെർഫോമിംഗ്. ഫസ്റ്റ് നടക്കുന്നത് ഫോമിംഗ് ആണ്. ഒരു ഫസ്റ്റ് ആ ഒരു ഓറിയന്റേഷൻ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് റൂൾസ് ആണ് ഉണ്ടാവേണ്ടത്, ബേസിക് റിലേഷൻഷിപ്പ് ഒക്കെ ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സ്റ്റേജ് ആണ് ഫോമിംഗ്. സ്റ്റോമിംഗ് എന്ന് പറഞ്ഞാൽ ഈസ് വെൻ ദ ലീഡർ ഓഫ് ദ ഗ്രൂപ്പ്, അതായത് തെറാപ്പിസ്റ്റ് ഗെറ്റ്സ് ചാലഞ്ച്ഡ് ബൈ സം മെമ്പേഴ്സ് ഓഫ് ദ ഗ്രൂപ്പ്. അവിടെ ഫോമിംഗ് നടന്നതിന് ശേഷം തെറാപ്പിസ്റ്റിന് മെമ്പേഴ്സിന്റെ അടുത്ത് ഒരു കുറച്ച് ചാലഞ്ച് ഒക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന സ്റ്റേജ് ആണ്. നോമിംഗ് എന്ന് പറഞ്ഞാൽ ഈ ചാലഞ്ചിന് ശേഷം ആ ഒരു ഗ്രൂപ്പിൽ ഒരു കൊഹസീവ്നെസ് ഫീൽ, ഒരു ബോണ്ട് ഡെവലപ്പ് ചെയ്യുന്നത് നോമിംഗിലാണ്. അതിനുശേഷമാണ് പെർഫോമിംഗ് നടക്കുന്നത്. സോ ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ് എങ്ങനെയാണ് സ്റ്റേജ് വരുന്നത്, ഇത് പറഞ്ഞിട്ടുള്ളത് കോറയാണ്. സോ ദ ആൻസർ എന്ന് പറയുന്നത് ഫോമിംഗ്, സ്റ്റോമിംഗ്, നോമിംഗ്, പെർഫോമിംഗ് എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. ഇനി 90 ക്വസ്റ്റ്യൻ, കോൺറാഡ് ലോറൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹം, കോൺറാഡ് ലോറൻസ് ഒരു ഓസ്ട്രിയൻ സുവോളജിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഒരു എത്തോളജിസ്റ്റ് ആണ്. അദ്ദേഹം ആണ് നമ്മുടെ പ്രൈമിങ്ങിനൊക്കെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡെവലപ്മെന്റൽ സൈക്കോളജിയിൽ പറയുന്ന പ്രൈമിങ്. അപ്പോൾ ഹി ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ ഫൗണ്ടേഴ്സ് ഓഫ് മോഡേൺ എത്തോളജി. എത്തോളജി എന്ന് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് അനിമൽ ബിഹേവിയർ. അനിമൽ ബിഹേവിയറിലാണല്ലോ അദ്ദേഹം ഈ അനിമൽ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് എത്തോളജി എന്ന് പറയുന്നത്. സോ എത്തോളജിയാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യന്റെ, എത്തോളജിസ്റ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ വരുന്നത്. കോൺറാഡ് ലോറൻസ്. ഈ കോൺറാഡ് ലോറൻസ് ആണ് ഇംപ്രിന്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇംപ്രിന്റിംഗ് എന്നുള്ള, അതായത് അതായത് ഇൻഅനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ആയാലും ഫസ്റ്റ് ഒരു ബൈ ബർത്തിന്റെ സമയത്ത് കാണുന്ന ഒബ്ജക്റ്റ് അത് ഒരു അനിമൽ ആവാം അല്ലെങ്കിൽ ഒരു ഇൻഅനിമേറ്റ് ഒബ്ജക്റ്റ് ആവാം. അതിനോട് ഒരു കൈൻഡ് ഓഫ് അറ്റാച്ച്മെന്റ് വരുന്നതിന് ഈ ഒരു ഡക്ലിങ്സിനൊക്കെ വെച്ചിട്ട് അദ്ദേഹം ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്നു. സോ അനിമൽ ബിഹേവിയറിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡിയാണ് കോൺറാഡ് ലോറൻസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഹി ഈസ് എൻ എത്തോളജിസ്റ്റ്. ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ളത് ഏത് ടൈപ്പ് ഗ്രൂപ്പ് ആണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫാമിലി എന്ന് പറയുന്നത് ഓപ്ഷൻ ബി പ്രൈമറി ഗ്രൂപ്പ് ആണ്. പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി എ സ്മോൾ സോഷ്യൽ ഗ്രൂപ്പ് ഹൂസ് മെമ്പേഴ്സ് ഷെയർ ക്ലോസ് പേഴ്സണൽ എൻഡ്യൂറിംഗ് റിലേഷൻഷിപ്പ്. സോ ഒരു ക്ലോസ് ആയിട്ടുള്ള സ്മോൾ സോഷ്യൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ പ്രൈമറി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഫാമിലി എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഗ്രൂപ്പ് ആണ്.
പ്രൈമറി ഗ്രൂപ്പ് ആണ്, ഓപ്ഷൻ ബി ആണ്. ഇനി a situation, 92 question, a situation in which individuals in a group do not know that there are others in the group who share their feelings demonstrates the phenomenon of, അതായത് ഏത് സിറ്റുവേഷൻ in which മറ്റ് ഗ്രൂപ്പിലുള്ള മറ്റുള്ള ആളുകൾക്കും നമ്മുടെ അതേ ഫീലിങ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ, അത് നടക്കുന്നത് പ്ലൂറലിസ്റ്റിക് ഇഗ്നോറൻസ് സംഭവിക്കുന്ന സമയത്താണ്. Pluralistic ignorance is a situation in which a majority of group members privately reject a norm. അവര് സ്വയം സെൽഫായിട്ട് അവര് ഓക്കെ ഇങ്ങനെ എന്ന ഒരു കാര്യത്തിനെ മനസ്സിലാക്കുന്നു, പക്ഷെ അവരും ബാക്കിയുള്ളവരും തന്നെ പോലെ ചിന്തിക്കുന്നുണ്ടാവും എന്ന് അവർക്ക് ആക്കാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനെയാണ് പ്ലൂറലിസ്റ്റിക് ഇഗ്നോറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് ഓൾസോ ഡിസ്ക്രൈബ്ഡ് as no one believes but everyone thinks everyone believes. ഓക്കെ, പ്ലൂറലിസ്റ്റിക് ഇഗ്നോറൻസ് എന്നുള്ളതാണ്. ഇനി ഒരു 93 assertion reason question ആണ്. People in different cultures have different language acquisition device or deep structures. Reason, according to Chomsky, the deep structure of language is innate. ഇത് ആൻസർ ഡി ആണ്. എ എന്ന് പറയുന്നത് ഫാൾസ് ആണ്. ഫാൾസ് എന്ന് പറഞ്ഞാൽ ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ഡിഫറെന്റ് കൾച്ചറിലുള്ളവർക്ക് ഡിഫറെന്റ് ആണെന്നുള്ള രൂപത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. പക്ഷെ നോം ചോംസ്കി പറഞ്ഞിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും ഒരു ലാംഗ്വേജ് അക്വസിഷൻ ഡിവൈസ് ഉണ്ട്, അത് ഇന്നേറ്റ് ആണ്. ബൈ ബർത്ത് തന്നെ നമ്മളെല്ലാവരും ബയോളജിക്കലി എക്യുപ്ഡ് ആണ് ലാംഗ്വേജ് ലേൺ ചെയ്യാൻ. ഒരു പക്ഷി ജനിച്ചു വീഴുമ്പോൾ പറക്കാൻ പറ്റുന്നത് പോലെ ഒരു മനുഷ്യന് ജനിച്ചു വീഴുന്ന സമയത്ത് തൊട്ട് തന്നെ അവരുടെ ബയോളജിക്കലി അവർ സംസാരിക്കാൻ എക്യുപ്ഡ് ആണ് എന്നുള്ളതാണ് ചോംസ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ റീസൺ ട്രൂ ആണ്, അസേർഷൻ ഫാൾസ് ആണ്. ആൻസർ ഇസ് ഡി. 94. Thermoreceptors are sensitive or responsive to body fluids that circulate throughout. Thermoreceptors, answer A ആണ്. Thermoreceptors are specialized nerve cells that are able to detect differences in temperature. And ഇതില് ബോഡിയിലെ ടെമ്പറേച്ചർ ഡിഫറൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ thermoreceptors ബോഡിയിലെ ടെമ്പറേച്ചർ ഡിഫറൻസ്, they able to detect differences in temperature. Thermoreceptors are sensitive or responsive to body fluids that circulate throughout the body. Thermoreceptors circulate throughout the body. Thermoreceptors are able to detect heat and cold and are found throughout the skin in order to allow sensory reception throughout the body. Throughout body il namukku thermoreceptors ine kaanan pattum. Option A aanu correct answer. 95. The dimension of body built characterized by predominance of fat in the abdominal region. അതായത് നമ്മളെ ബോഡി ബിൽറ്റ് വെച്ചിട്ട് WH ഷെൽഡൻ പറഞ്ഞിട്ടുള്ള പേഴ്സണാലിറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഇൻഡിവിജ്വൽസ് ഇൻ ടേംസ് ഓഫ് ദർ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചിട്ട് പേഴ്സണാലിറ്റിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻഡോമോർഫ്സ്, മെസോമോർഫ്സ് ആൻഡ് എക്ടോമോർഫ്സ് എന്ന്. ഇതില് ബോഡി ടൈപ്സ് ദാറ്റ് മെഷേഴ്സ് ദ മാസീവ്നെസ് ഓഫ് ദ ഡൈജസ്റ്റീവ്, ഈ ബോഡി റൗണ്ട്നെസ്സും സോഫ്റ്റ്നെസ്സും വെച്ചിട്ട് എൻഡോമോർഫ് എന്നുള്ള രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്ക്വയർ ആൻഡ് മസ്കുലർ ബോഡി ടൈപ്പ് മെസോമോർഫ് എന്നും തിൻ ആൻഡ് ഫൈൻ ബോണ്ട് ബോഡി ടൈപ്പ് എക്ടോമോർഫ്സ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ എൻഡോമോർഫിയാണ് കറക്റ്റ് ആൻസർ. പ്രീഡോമിനൻസ് ഓഫ് ഫാറ്റ് ഇൻ ദ അബ്ഡോമിനൽ റീജിയൻ. എൻഡോമോർഫ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി ഓഫ് റൗണ്ട്നെസ് ആൻഡ് സോഫ്റ്റ്നെസ് എന്ന് വെച്ചാൽ ഒരു ഫാറ്റ് കൂടുതലുള്ളത് എൻഡോമോർഫ് ആണ്. ഇനി ഒരു 96 question. Read the following paragraph and answer the 5 questions. നിങ്ങൾ ഓൾറെഡി ഒരു പാരഗ്രാഫ് വായിച്ചിട്ടുണ്ടാകും. സോ ഞാൻ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പോവാണ്. 96 question എന്ന് പറയുന്നത് which one of the following conclusion can be drawn on the basis of the above study. ഇതില് ഇത് ഓൾറെഡി നിങ്ങൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇതില് എന്ത് കൺക്ലൂഷൻ ആണ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. സോ ഈ റിസർച്ചേഴ്സ് ഓപ്ഷൻ ബി ആണ്, റിസർച്ചേഴ്സ് ഹൈപ്പോത്തസിസ് ഹാസ് ബീൻ റിജക്റ്റഡ് എന്നുള്ളതാണ്. സോ ദ റിസർച്ചേഴ്സ് ഹൈപ്പോത്തസിസ് വാസ് എ പെർട്ടിക്കുലർ ഡ്രഗ് വുഡ് അഡ്വേഴ്സ്ലി എഫക്ട് ദ ലേണിംഗ് റൈറ്റ്. ആ ഒരു ഡ്രഗ് ലേണിംഗ് റൈറ്റ്സിനെ അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യും എന്നുള്ളതായിരുന്നു. അഡ്വേഴ്സ്ലി എഫക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ബട്ട് ദ റിസൾട്ട് കാണിക്കുന്നത് ഷോസ് ദാറ്റ് ഗ്രൂപ്പ് എ, അതായത് ഹൈ ഡോസേജ് ഉള്ള ഡ്രഗ് took less trials than group B and C. It indicates that the drug have a positive effect on learning rate.
അതായത് ഹൈ ഡോസേജ് ഉള്ള ഈ ഒരു ഗ്രൂപ്പ് എ ആണ് ലെസ് ട്രയൽസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ദാറ്റ് മീൻസ് കുറച്ചുകൂടി പോസിറ്റീവ് എഫക്റ്റ്, ലേണിംഗ് റേറ്റിൽ പോസിറ്റീവ് എഫക്റ്റ് ഡ്രഗ് കൂടുതൽ യൂസ് ചെയ്തവർക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു ഹൈപ്പോത്തസിസ് തന്നിട്ടുള്ള ഹൈപ്പോത്തസിന് ഓപ്പോസിറ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സോ റിസർച്ചർ പറഞ്ഞത് അഡ്വേഴ്സ്ലി എഫക്റ്റ്, നെഗറ്റീവ് ആയിട്ട് എഫക്ട് ചെയ്യുന്നുള്ളതാണ്, പക്ഷെ തിരിച്ചാണ് വന്നിട്ടുള്ളത്. സോ ആൻസർ ബി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ദ എബോ സ്റ്റഡി അസോസിയേഷൻ വാല്യൂ ക്യാൻ ബി ലേബിൾഡ് as അസോസിയേഷൻ വാല്യൂ എന്നുള്ളത് നമുക്ക് ലേബൽ ചെയ്യാൻ പറ്റുന്നത്. ഇൻ ദ സ്റ്റഡി ദ അസോസിയേഷൻ വാല്യൂ ഇസ് എ കൺട്രോൾ. നിങ്ങൾ ആ ഒരു പാരഗ്രാഫ് ഓൾറെഡി നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുമല്ലോ, അത് നോക്കുക കേട്ടോ. In the study, the association value is a control variable because it is limited here from 50 to 70 for control from the confound effect. And it's a continuous variable. This is a control variable and continuous variable because it's a numeric variable that have an infinite number of values. Okay, so control variable and continuous variable pinne stimulus variable. The specific feature that make up the context in which behavior occurs called stimulus variable. ഈ ഒരു അസോസിയേഷൻ വാല്യൂ എന്ന് പറയുന്നത് ഒരു സ്റ്റിമുലസ് വേരിയബിളും കൂടിയാണ്. സോ നമുക്ക് കൺട്രോൾഡ് വേരിയബിൾ ആണ്, സ്റ്റിമുലസ് വേരിയബിൾ ആണ് ആൻഡ് കണ്ടിന്യൂസ് വേരിയബിൾ. സോ ആൻസർ ഡി ആണ്. ഇനി ഒരു അസേർഷൻ റീസൺ ആണ് 98. ഇൻ ദ അസേർഷൻ എന്ന് പറയുന്നത്, ഇൻ ദ എബോ സ്റ്റഡി ദ സബ്ജക്ട്സ് ഹാവ് ബീൻ റാൻഡംലി അസൈൻ ടു ദ 3 ഗ്രൂപ്പ്സ്. ആൻഡ് റീസൺ എന്ന് പറയുന്നത്, ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ഇസ് മാനിപ്പുലേറ്റഡ് മോർ എഫക്റ്റീവ്ലി വിത്ത് റാൻഡം അസൈൻമെന്റ് ഓഫ് സബ്ജക്ട്സ്. ആൻസർ സി ആണ്. ഇൻ ദ എബോ സ്റ്റഡി ദ സബ്ജക്ട്സ് ഹാവ് ബീൻ റാൻഡംലി അസൈൻ ടു 3 ഗ്രൂപ്പ്സ്, ഗ്രൂപ്പ് എ ആയിട്ടും ഗ്രൂപ്പ് ബി ആയിട്ടും ഗ്രൂപ്പ് സി ആയിട്ടും. സോ അസേർഷൻ എന്ന് പറയുന്നത് ഇവിടെ ട്രൂ ആണ്. ഓക്കെ, ഇനി വൈൽ ദ റീസൺ എന്ന് പറയുന്നത് ഫോൾസ് ആണ്, ബിക്കോസ് റാൻഡം അസൈൻമെന്റ് ഇസ് നോട്ട് ഫോർ മാനിപ്പുലേറ്റിംഗ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എഫക്റ്റീവ്ലി. നമ്മൾ റാൻഡം അസൈൻമെന്റ് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിളിനെ എഫക്റ്റീവ് ആയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഓക്കെ, so independent variable is manipulated more effectively with random assignment of subject എന്ന് പറയുന്നത് it's a false statement ആണ്. so answer C ആണ്. ഇനി ഒരു മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് trials required to learn the list ആണ്. In the study, the researcher manipulates the drug dosage and study about the effect of drug. So, independent variable എന്ന് പറയുന്നത് ആൻസർ ഡി. ഇവിടെ ഡ്രഗ് ഡോസേജ് എന്നുള്ളതാണ്. ഡ്രഗ് ഡോസേജിലാണ്, അതെനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് വായിച്ചപ്പോൾ. ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഡ്രഗ് ഡോസേജിലാണ് റിസർച്ചർ മാനിപ്പുലേഷൻ വരുത്തുന്നത്. സോ ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് ഡ്രഗ് ഡോസേജ് ആണ്. ആൻഡ് ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത് എത്ര ട്രയൽസ് റിക്വയർ ചെയ്തു, ആ ലിസ്റ്റ് ലേൺ ചെയ്യാൻ വേണ്ടി എത്ര ട്രയൽസ് എടുത്തു എന്നുള്ളതാണ് ഡിപെൻഡന്റ് വേരിയബിൾ. അതിലാണ് ചേഞ്ചസ് വന്നിട്ടുള്ളത്. പിന്നെ കൺട്രോൾഡ് വേരിയബിൾ എന്ന് പറഞ്ഞത് ഇന്റലിജൻസ് ആണ്. ആൻഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുള്ളത് ജെൻഡർ ആണ്. The researcher measuring the learning rate, so the trials required to learn is dependent variable. The deviation IQ of participants limited between 80 to 115 for controlling from confound effect. So it's called control variable. And the researchers select male and female participants in the study. So it is discrete variable here. So drug dosage ആണ് independent variable, trials ആണ് dependent variable, intelligence ആണ് control variable, gender എന്ന് പറയുന്നത് discrete variable ആണ്. Last question 100. In the above study, the variance caused by drug dosage can be labeled as. വേരിയൻസിന് എന്താ, ഡ്രഗ് ഡോസേജ് കാരണം ഉണ്ടാവുന്ന വേരിയൻസിനെ നമ്മൾ എങ്ങനെയാണ് ലേബൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. ആൻസർ എ ആണ്, പ്രൈമറി വേരിയൻസ് എന്നുള്ളതാണ്. ഇൻ ദ സ്റ്റഡി ദ ഡ്രഗ് ഡോസേജ് ഇസ് ദ ഇൻഡിപെൻഡന്റ് വേരിയബിൾ, നേരത്തെ നമ്മൾ പറഞ്ഞു. സോ ദ വേരിയൻസ് കോസ്ഡ് ബൈ ഡ്രഗ് ഡോസേജ് ക്യാൻ ബി ലേബൽഡ് as പ്രൈമറി വേരിയൻസ്. നമ്മൾ ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ഡ്രഗ് ഡോസേജ്. സോ അതിലുണ്ടാവുന്ന വേരിയൻസിനെ നമുക്ക് പ്രൈമറി വേരിയൻസ് എന്ന് പറയാൻ പറ്റും. Whereas variance caused by
an extraneous variable called secondary variance and the variance caused by unknown variable called error variance. ഏതെങ്കിലും unknown variable കാരണം ഉണ്ടാകുന്ന വേരിയൻസ് ആണെങ്കിൽ അതിന് എറർ വേരിയൻസ് എന്ന് പറയാം. എക്സ്ട്രേനിയസ് വേരിയബിൾ കാരണം ഉണ്ടാകുന്ന വേരിയൻസിനെ നമുക്ക് സെക്കൻഡറി വേരിയൻസ് എന്ന് പറയാം. ഇവിടെ ഇൻഡിപെൻഡന്റ് വേരിയബിൾ കാരണം ഉണ്ടാകുന്ന വേരിയൻസ് ആയതുകൊണ്ട് അതിനെ നമ്മൾ പ്രൈമറി വേരിയൻസ് എന്നാണ് പറയുന്നത്. സോ ദ ആൻസർ പ്രൈമറി വേരിയൻസ് ആണ്. സോ 100 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നിങ്ങൾ പറഞ്ഞിട്ടുള്ള ആൻസർ ആൻഡ് എക്സ്പ്ലനേഷൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് എക്സ്പെക്ട് ചെയ്യുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പറഞ്ഞ് നമ്മൾ ആൻസർ എക്സ്പ്ലെയിൻ ചെയ്തതിൽ ഏതെങ്കിലും കാര്യങ്ങളിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ചോദിക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്.